ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. അപ്പോ ശ്യാമള മാതാജി ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് യോഗ്യത എങ്ങനെ കിട്ടും, ഭഗവാനെ സേവിക്കാനുള്ള യോഗ്യത എങ്ങനെ കിട്ടുന്നു അല്ലെ. നമ്മള് പൂർവ്വജന്മത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സുകൃതി, അതായത് ഭക്തി ചെയ്തിട്ടുള്ള സുകൃതി, ഭക്തി ഉന്മുഖി സുകൃതി, അജ്ഞാന സുകൃതി, പിന്നെ വൈഷ്ണവന്മാരുടെ കൃപാകടാക്ഷം, കമ്പേഷൻ, ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഭക്തി ചെയ്യാനുള്ള ആ അവസരം കിട്ടുന്നത്. അല്ലാണ്ട് നമ്മളുടെ സ്വന്തം പ്രയത്നം കൊണ്ടല്ല. ഇത് ഒന്നുകിൽ ഭക്തിയോന്മുഖി സുകൃതി, അല്ലെങ്കിൽ അജ്ഞാത സുകൃതി, അല്ലെങ്കിൽ വൈഷ്ണവന്മാരുടെ കമ്പേഷൻ. അപ്പൊ ഈ യോഗ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു സത്സംഗില് ഒരു 100 പേര് വരുന്നുണ്ട്, നമ്മളെല്ലാവരെയും അവരെന്താ ഭക്തൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അല്ലേ. ഹീസ് എ ഡിവോട്ടി. അപ്പൊ ചിലപ്പോൾ ആദ്യത്തെ തവണയായിരിക്കും ഒരു വ്യക്തി വരുന്നത്. ചില ആൾക്കാർ 10 മാസമായിട്ട്, ചില ആൾക്കാർ 10 കൊല്ലം 25 കൊല്ലമുള്ള ആൾക്കാരുണ്ടായിരിക്കും. പല ആൾക്കാരും പല ലെവലിലാണ്, അവർക്കൊക്കെ പല യോഗ്യതകളാണ്. അപ്പൊ നമ്മൾ പൊതുവെ എല്ലാവരെയും ഡിവോട്ടീസ് പറയുന്നു, ഭക്തൻ എന്ന് പറയുന്നു. ഒരു സത്സംഗിൽ വരുന്ന എല്ലാവരും അവരെ പക്ഷെ അവരൊക്കെ ഡിഫറെന്റ് സ്റ്റേജിലാണ്. അവരുടെ ആ സുകൃതി ഡിഫറെന്റ് സ്റ്റേജിലാണ്. ചില ആൾക്കാർക്ക് 10%, ചിലർക്ക് 20, ചിലപ്പോൾ 30, ചിലപ്പോൾ 40, 50, അങ്ങനെ ഡിഫറെന്റ്. കാരണം വെച്ചാൽ അവരുടെ ആ സുകൃതി, ഭക്തിയോന്മുഖ സുകൃതി അല്ലെങ്കിൽ അജ്ഞാന സുകൃതി കഴിഞ്ഞ ജന്മത്തിൽ എവിടെ വരെ ചെയ്തിട്ടുണ്ടോ അവിടുന്ന് നമുക്കിപ്പോൾ തുടങ്ങേണ്ട ആവശ്യമുണ്ട്. പ്രഭുപാദ പറയുന്നത് നമ്മളുടെ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഹോസ്പിറ്റലാണ്. സ്പിരിച്വൽ ഹോസ്പിറ്റൽ ആരാണ് പോവുക? ആരാണോ ഹോസ്പിറ്റൽ സന്ദർശിക്കുക? ഹോസ്പിറ്റൽ ആരാ പോവുക? രോഗികൾ. ചില ആൾക്കാർക്ക് പനിയും ജലദോഷമായിരിക്കും അല്ലെ, ചില ആൾക്കാർക്ക് വയറുവേദന, ചില ആൾക്കാർക്ക് തലവേദന, മൈഗ്രെയിൻ, ചില ആൾക്കാർക്ക് കുറച്ച് സീരിയസ് പ്രോബ്ലം. ഓക്കെ, എന്താണ്, ചിലപ്പോൾ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരിക്കും, ചിലപ്പോൾ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെ സീരിയസ് ഓരോരുത്തർ. ചില ആൾക്കാർക്ക് ടെർമിനൽ ഇൽനെസ്, ക്യാൻസർ, അങ്ങനെ കുറച്ച് ദിവസം മാത്രം ജീവിതം ബാക്കിയുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ പല ലെവലിലുള്ള രോഗികളുണ്ട്, അല്ലേ. അപ്പോൾ ഈ രോഗത്തിന്റെ സീരിയസ്നെസ് അനുസരിച്ച് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്നൊരു ആക്സിഡന്റ് കേസ് വന്നാൽ ആ കേസ് എടുക്കോ, ഒരു പനിയും ജലദോഷം വന്നാൽ ആ കേസ് ആദ്യം എടുക്കോ ഡോക്ടർ? എമർജൻസി ഏതാ? ആക്സിഡന്റ് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ ഈ സ്പിരിച്വൽ ഹോസ്പിറ്റലും പല ടൈപ്പിലുള്ള രോഗികളാണ് വരുന്നത്. പല ടൈപ്പുള്ള എന്താണ്, അതായത് ചില രോഗികൾക്ക്, അതായത് ആത്മീയമായിട്ട് യാതൊരു ജ്ഞാനവും ഇല്ല,
ABCD അറിയില്ല. അവർ സീരിയസ് രോഗികളാണ് അവർ. ചില ആൾക്കാർക്ക് 6 മാസത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ചില ആൾക്കാർക്ക് 1 കൊല്ലം, ചില ആൾക്കാർക്ക് 8 കൊല്ലം, ചില ആൾക്കാർക്ക് 10 കൊല്ലം, ചില ആൾക്കാർക്ക് പൂർവ്വ സുഹൃതി കാരണം, പൂർവ്വജന്മ സുഹൃതി കാരണം അവർക്ക് 1 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി. ഓ, കലിയുഗ ധർമ്മം നാമസങ്കീർത്തനമാണ്, ജപിക്കണം എന്ന് പറഞ്ഞാൽ 1 ദിവസം 1 പ്രാവശ്യം പറഞ്ഞു അവർ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും. ചില ആൾക്കാരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ചെയ്യാൻ പ്രഭു, ചെയ്യാൻ പ്രഭു, അതിങ്ങനെ പ്രോകാസ്റ്റിനേറ്റ് ചെയ്തത് അല്ലേ. ചില ആൾക്കാർ പറഞ്ഞ മത്സ്യമാംസം കഴിക്കാൻ പാടില്ല, അത് നമ്മളുടെ ആധ്യാത്മിക ഉന്നമനത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞാൽ അവരത് കേൾക്കില്ല, ചെവിക്കൊള്ളില്ല. കാരണം അവർക്ക് ആ സുഹൃതി ഇല്ല. അപ്പൊ ഇവരൊക്കെ നന്നായി ട്രീറ്റ് ചെയ്യണം. വളരെ സീരിയസ് ഡിസീസസ് ആണ്, സീരിയസ് രോഗങ്ങളാണ് ഇവർക്കുള്ളത്. അപ്പൊ ഇവരെ എല്ലാവരെയും നമുക്ക് ഒരേപോലെ കാണാൻ പറ്റില്ല. നമ്മൾ പൊതുവെ എല്ലാവരും ഭക്തന്മാരെ എന്ന് പറഞ്ഞ് സംബോധന ചെയ്താലും ശരി, ഇവരെല്ലാം ഡിഫറെന്റ് ഗ്രേഡ്സിൽ നിൽക്കുന്ന ഭക്തന്മാരാണ്. അപ്പൊ നമ്മളൊരു സത്സംഗിൽ പോയിട്ട് ഒരാൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ലെങ്കിൽ, അപമര്യാദയായിട്ട് പെരുമാറിയാൽ നമ്മൾ വിചാരിക്കരുത്, അയ്യോ ഇവര് ഭക്തനായിട്ട് ഇങ്ങനെ പെരുമാറുന്നു വിചാരിക്കാൻ പാടില്ല. ആ ഭക്തൻ ഇന്ന് 1 ദിവസത്തെ ഭക്തനായിരിക്കും, 10 ദിവസത്തെ ഭക്തനായിരിക്കും, ഓക്കെ, സുഹൃതി ഉണ്ടായിരിക്കില്ല. അപ്പൊ അവരങ്ങനെ, കാരണം അവർ രോഗികളാണ്, ആധ്യാത്മിക തലത്തില് അവർ രോഗികളാണ്. അപ്പൊ അവരിൽ നിന്ന് ഇത്രേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഭക്തി തീർത്ഥസ്വാമി മഹാരാജ് വന്ന സമയത്ത് അദ്ദേഹം ബ്ലാക്കാണ്, ഓക്കെ, ആഫ്രിക്കൻ അമേരിക്കൻ ആണ്. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ബാക്കി കൂടുതൽ ആൾക്കാരും മെജോറിറ്റി എല്ലാം വൈറ്റ് സ്കിൻഡാണ്, യൂറോപ്യൻസും അമേരിക്കൻസും. അപ്പൊ ഇദ്ദേഹത്തിനെ അന്നും അതൊരു തുടക്കക്കാരാണ് എല്ലാവരും. അപ്പൊ ഇദ്ദേഹത്തിനെ എത്ര കൂടെ അടുപ്പിക്കുന്നില്ല. ഒരു കറുപ്പ് എന്നുള്ള നിലയ്ക്ക്, നീഗ്രോ അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ എന്ന നിലയ്ക്ക് അത്ര കൂടെ. പക്ഷെ അല്ലെങ്കിൽ അത് ഭയങ്കര പഠിച്ച 8 വലിയ യൂണിവേഴ്സിറ്റികളിൽ, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അങ്ങനെ 8 വലിയ യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റിയും ഇദ്ദേഹം അഡ്മിഷൻ കിട്ടി. UN ജോലി ചെയ്തിരുന്നു. അത്രയും ഭയങ്കര മിടുക്കനായിരുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹം മാത്രമായിരുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും പഠിച്ച ആള്. പക്ഷെ മറ്റുള്ളവർക്ക് താല്പര്യമില്ല. അപ്പോ പ്രഭുപാദോട് പറഞ്ഞു ഭക്തിതീർത്ഥ സ്വാമി മഹാരാജ്, സ്വാമിജി അങ്ങയുടെ മൂവ്മെന്റ് ഒക്കെ കൊള്ളാം, പക്ഷെ അങ്ങയുടെ മൂവ്മെന്റിലെ ഈ ഭക്തന്മാരില്ലേ, സോക്കോൾ ഭക്തന്മാര്, അവർക്ക് ശരിക്ക് ഈ പ്രഭുപാദര ആ സിദ്ധാന്തം മനസ്സിലായിട്ടില്ല. അവർക്ക് എങ്ങനെ മറ്റുള്ളവരോട് ഇടപഴകണം, എങ്ങനെ പെരുമാറണം എന്നറിയില്ല. അപ്പോൾ പ്രഭുപാദ പറഞ്ഞു കൊടുത്ത ഉദാഹരണം അത്, ഇസ്കോൺ ഈസ് എ സ്പിരിച്വൽ ഹോസ്പിറ്റൽ. പല തരത്തിലുള്ള രോഗികളും, യു ആർ ആൾസോ എ ഡിസീസ് പേഴ്സൺ, എ സിക്ക് പേഴ്സൺ, ഈസ് ആൾസോ എ സിക്ക് പേഴ്സൺ. നീയും ഒരു രോഗിയാണ്, അയാളും രോഗിയാണ്, മറ്റയാളും രോഗിയാണ്, ഇയാളും രോഗിയാണ്. എന്താണ് തമ്മിൽ അന്തരം? ചില ആൾക്കാർക്ക് ചെറിയ പനിയും തലവേദനയുള്ളൂ, ചില ആൾക്കാരുടെ കിഡ്നി പോയിരിക്കുന്നു, ചില ആൾക്കാർ ലിവർ പോയിരിക്കുന്നു, ചില ആൾക്കാർ അത് പോയിരിക്കുന്നു, ഇത് പോയിരിക്കുന്നു, സീരിയസ് രോഗമാണ്. അപ്പൊ ഇവരെല്ലാം രോഗികളാണ്. ഇത് നമ്മുടെ ഈ പ്രോസസ്സിലൂടെ, നാമസങ്കീർത്തനത്തിലൂടെ, ഈ ഭക്തിയുത സേവനത്തിലൂടെ എല്ലാവരും ഇത് വളർത്തിയെടുത്തിട്ട് നമ്മളൊരു ശുദ്ധ ഭക്തനായി തീരണം. അപ്പൊ ഈ ഡിഫറൻഷിയേഷൻ, ഈ വിവേചനം അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് സഹിക്കുക എന്നാണ് പറഞ്ഞത്. സോ ജസ്റ്റ് ടോളറേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ്, എല്ലാവരെയും നമുക്ക് ഒരേപോലെ കാണാൻ പറ്റില്ല. എല്ലാവരും രോഗികളാണ്, പല സ്റ്റേജിലുള്ള രോഗികളാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഭക്തി തീർത്ഥസ്വാമി മഹാരാജിന് മനസ്സിലായി, യെസ് പ്രഭുപാദ പറഞ്ഞ ശരി. അപ്പൊ ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നടിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവരെന്തെങ്കിലും അവരുടെ തലം ഞാൻ മനസ്സിലാക്കിയിട്ട് അവരെ മാപ്പ് കൊടുക്കണം. ഞാൻ നന്നായിട്ട് ഇവിടെ പെരുമാറാൻ ശ്രമിക്കണം. അദ്ദേഹത്തിന് അവിടെ പോയിന്റ് മനസ്സിലാക്കി. അല്ലെങ്കിൽ എന്താ അറിയോ, ഇവര് പറയുന്നു ആധ്യാത്മിക സമിതിയാണ്, എന്നിട്ട് ഇവിടെ ഉണ്ടോ ഈ ഭക്തനെ പെരുമാറാൻ കൂടി ഷൗട്ട് ചെയ്യുന്നു മറ്റുള്ളവരോട്, എങ്ങനെ പെരുമാറാൻ കൂടി അറിയില്ല പറഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ അവിടുന്ന് പോന്നാൽ ആർക്കാണ് നമുക്ക് നഷ്ടം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും രോഗികളാണ്. ആ രോഗത്തിന്റെ ആ സീരിയസ്നെസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് സ്പിരിച്വൽ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പൊ രോഗം മാറുന്നവരെ സ്പിരിച്വൽ ഹോസ്പിറ്റലിൽ ഇരിക്കുക വേണം. അല്ലാണ്ട് ഇവിടൊക്കെ ഈ ആസ്പത്രി ശരിയല്ല എന്ന് പറഞ്ഞ് വിട്ടുപോന്നാൽ നമ്മുടെ രോഗം മാറില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ മാതാജി, ശ്യാമള മാതാജി. ഉദാഹരണം ഗംഭീരം. അതിനപ്പുറം ഒന്നുമില്ല, കേട്ടാ മതി.
അതെ, ഭക്തി തീർത്ഥസ്വാമി മഹാരാജന് പറയണ കേൾക്കണം. അവരതെല്ലാം പ്രഭുപാദ ഡിസൈപ്പിൾ മെമ്മറീസിൽ ഒരുപാട് മെമ്മറീസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല രസം കേൾക്കാൻ അവരുടെ ഓരോ അനുഭവം. അപ്പൊ അതുകൊണ്ടാണ് പ്രഭുപാദ ഡിസൈപ്പിൾസ്, സീനിയർ ഡിസൈപ്പിൾസ് എസ്പെഷ്യലി, പ്രഭുപാദ എന്ന് പറഞ്ഞാൽ അത് എന്ത് പറഞ്ഞു, അത് വേദവാക്യമാണ്, അപ്പുറത്ത് വേറെ ഒന്നുമില്ല. പ്രഭുപാദ ഇപ്പൊ പറയാണ്, ഇപ്പൊ രാത്രിയാണെങ്കിൽ ഇപ്പൊ രാത്രി, ഇപ്പൊ പകലാണ്, അത്രയും ഒരു ഒരു അറ്റാച്ച്മെന്റ് ആണ് പ്രഭുപാദ. അതുകൊണ്ട് പ്രഭുപാദ എത്ര കാലം കഴിഞ്ഞാലും പ്രഭുപാദ പ്രീ എമിനന്റ് ആചാര്യയായിട്ട് എപ്പോഴും നിൽക്കും ഇസ്കോണിന്റെ. അപ്പൊ നമ്മളെല്ലാവരും പ്രഭുപാദയോട് ഇൻഡപ്റ്റഡ് ആണ്. കാരണം ഈ പ്രഭുപാദ ഇല്ലായിരുന്നെങ്കിൽ യതി പ്രബോധ നഹോയിത്തോ, ഒരു പ്രാർത്ഥനല്ലോ ഗുരു മഹാരാജ് കമ്പോസ് ചെയ്താണ്, യതി പ്രഭുപാദ നഹോയിത്തോ, പ്രഭുപാദ ഇല്ലായിരുന്നെങ്കിൽ എന്തൊക്കെ ആയിരുന്നു. ഈ പ്രഭുപാദ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യില്ലായിരുന്നു. ഭഗവത്ഗീതയും ഭാഗവതവും നമ്മൾ ചർച്ച ചെയ്യില്ലായിരുന്നു. പ്രഭുപാദയുടെ ആ മേഴ്സിയാണ്, കമ്പാഷനാണ്. അതുകൊണ്ട് എന്നും നമ്മൾ പ്രഭുപാദയോട് കടപ്പെട്ടിരിക്കുന്നു. പ്രഭുപാദയോട് ചോദിച്ചു ഡിസൈപ്പിൾസ്, സ്വാമിജി പ്രഭുപാദ, ആദ്യത്തെ കാലത്ത് പ്രഭുപാദ എന്നല്ല പറഞ്ഞിരുന്നു, സ്വാമിജി പറഞ്ഞു. പിന്നീടാണ് പ്രഭുപാദ എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രഭുപാദ അങ്ങ് പോയ ശേഷം, അങ്ങ് ഇവിടുന്ന് ഈ ലോകം വിട്ടുപോയ ശേഷം ആരാണ് ഞങ്ങളെ നയിക്കാനുള്ളത്? അപ്പൊ പ്രഭുപാദ പറഞ്ഞു, ഞാൻ എൻ്റെ മോർട്ടൽ ശരീരം, എൻ്റെ ഭൗതിക ശരീരം ഞാൻ പോകുന്നുള്ളൂ, പക്ഷേ ഐ വിൽ സ്റ്റിൽ ലീവ് ഇൻ മൈ ബുക്സ്. എൻ്റെ പുസ്തകങ്ങളിൽ ഞാൻ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം സംഭവിക്കില്ല. ഞാൻ എൻ്റെ ഭൗതിക ദേഹം വെടിഞ്ഞാലും ശരി, നിങ്ങളെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട്, ഉപദേശിക്കാൻ വേണ്ടിയിട്ട്, ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പുസ്തകത്തിൽ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ നന്നായി പഠിക്കുക, അതിലെല്ലാ നിർദ്ദേശങ്ങളുണ്ട്, അത് പ്രകാരം ജീവിച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ പുസ്തകങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പറയും അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പ്രഭാത കണ്ടിട്ടില്ല അല്ലേ? എങ്കിലും ഒരു ദിവസമെങ്കിലും പ്രഭാതയുടെ പേരെടുത്ത് പ്രഭാതയെ ഗ്ലോറിഫൈ ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. ഉണ്ടോ? ഭഗവത്ഗീതയും ഭാഗവതയും വായിക്കുന്ന നമ്മളെ ഡെയിലി വായിക്കുന്ന ആൾക്കാരെ ഒരു ദിവസമെങ്കിലും പ്രഭുപാദയെ സ്മരിക്കാത്ത ഒരു ദിവസം കടന്നു പോവില്ല. അപ്പോ ഈ സ്റ്റിൽ ലിവിങ് ഇൻ ഹിസ് ബുക്സ്. അപ്പൊ അതിന്റെ തെളിവല്ലേ അത്? അല്ലേ? ശരിയല്ലേ? ഹരേ കൃഷ്ണ. ശരി. Text 9. Okay. Chapter 3, text 9. Yajnarthat karmanonyatra lokoyam karma bandhana tadartham karma kaunteya mukta sangha samachara. Yajnarthat karmanonyatra lokoyam karma bandhana tadartham karma kaunteya mukta sangha samachara. Okay, Sandhya Mataji. हरे कृष्णा प्रभु. हरे कृष्ण. यज्ञार्थात् कर्मणोऽन्यत्र लोकोऽयं कर्म बन्धन तदर्थं कर्म कौन्तेय मुक्तः सङ्गः समाचर. कृष्ण. स्मिता माताजी. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം അല്ലേ? യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മ ബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഹരേ കൃഷ്ണ. പ്രദീപ് പ്രഭു എന്റെ മലയാളം വിവർത്തനം വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാം. ഹരേ കൃഷ്ണ. ഇതൊരു നല്ലൊരു ശ്ലോകമാണ്. ഇത് പറഞ്ഞ അടുത്ത ശ്ലോകം. കാരണം എന്താണ് പറയുന്നത്? യജ്ഞം എന്താണ് എന്നാണ് പറയുന്നത്. യജ്ഞം ആർക്ക് വേണ്ടി ചെയ്യണം? യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനം. അപ്പോ യജ്ഞം ആർക്ക് വേണ്ടി ചെയ്യണം?
ഡൺ ഓൺലി ഫോർ ദ സേക്ക് ഓഫ് യജ്ഞ ഓർ വിഷ്ണു. യജ്ഞപുരുഷൻ ആരാണ്? വിഷ്ണു ആണ്. അപ്പോൾ യജ്ഞം ചെയ്യുന്ന ആരുടെ പ്രീതിക്ക് വേണ്ടായിരിക്കണം? വിഷ്ണുവിൻ്റെ. യജ്ഞപുരുഷൻ വിഷ്ണുവാണ്. വേറെ ആർക്കും വേണ്ടി യജ്ഞം ചെയ്യരുത്. വിഷ്ണുവിന് യജ്ഞം ചെയ്താൽ എല്ലാവരും അതിൽ ഉൾപ്പെട്ടു. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വർക്ക് ഡൺ ആസ് എ സാക്രിഫൈസ് ഫോർ വിഷ്ണു ഹാസ് ടു ബി പെർഫോം, അതർവൈസ് വർക്ക് കോസസ് ബോണ്ടേജ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ആ യജ്ഞങ്ങൾ നമ്മളിവിടെ ബന്ധിപ്പിക്കുന്നതാണ് പറഞ്ഞത്. പ്രദീപ് പ്രഭു, ഇതിനെന്താണ് ഒന്ന് ജസ്റ്റ് എലോബറേറ്റ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതർവൈസ് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ വിഷ്ണുവിന് യജ്ഞം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇതിനെ ഒന്ന് വിശദീകരിച്ചിട്ട് പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. നമ്മളിതിൽ പറയാച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതില് ഭഗവാനായിട്ട് യജ്ഞം ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് മുക്തി എന്തായാലും ലഭിക്കുന്ന അറിയാലോ. അതിന്റെ പേര് മറ്റുള്ള ദേവതമാർ ഉപാസിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ആരാധിക്കുന്നത്, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതില് നമ്മൾ അടിമപ്പെട്ടു പോകും, ഭൗതികതയിൽ അടിമപ്പെട്ടു പോകും. ഇപ്പൊ സ്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷ്മി അങ്ങനെ കാളി ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൗതിക സുഖത്തിന്റെ പിന്നാലെ പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് ഭഗവാനെ ഒരിക്കലും പ്രാപിക്കാൻ കഴിയില്ല. ഭൗതികതയിലേക്ക് നമ്മൾ കൂടുതൽ ആകർഷിക്കപ്പെടും, അതില് അടിമപ്പെട്ടു പോകും ചെയ്യും ഭൗതിക സുഖങ്ങൾ. ഇതാകുമ്പോൾ ഭക്തിയിലാകുമ്പോൾ ഭഗവാന്റെ പാദങ്ങൾ, ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ അത് ഭഗവാനിലേക്ക് തന്നെ നമ്മൾ അലിഞ്ഞു ചേരുക ചെയ്യണം. അലിഞ്ഞു ചേരുന്ന ഭഗവാനെ ലോകത്തിലേക്ക് എത്തിച്ചേരും നമ്മൾ. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടും ചെയ്യും. അല്ല, ഭഗവാൻ പറഞ്ഞു എന്ത് ചെയ്യുമ്പോൾ നീ എന്നെ സ്മരിക്കുക എന്നുള്ളത്. അതേപോലെ ആകുമ്പോൾ നമുക്ക് ബന്ധമില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. വേറെ എല്ലാവർക്കും വല്ല ആഡ് ചെയ്യാണ്ടോ? വല്ല പോയിന്റും എന്തെങ്കിലും കൂടുതൽ പോയിന്റ്സ് വല്ലതും ആഡ് ചെയ്യാണ്ടോ? പ്രഭു പറഞ്ഞു, ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് യെസ്, പറയൂ മാതാജി. യജ്ഞം എന്ന് വെച്ചാല് നമ്മളിവിടെ എന്ത് ചെയ്യുന്നതും എല്ലാ പ്രവൃത്തിയും കർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളും നമ്മളിവിടെ ഭൗതികതയില് ഭഗവാനെ മറന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഇവിടെ ബന്ധിപ്പിക്കും. ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ കർമ്മങ്ങളും നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മുടെ പ്രവർത്തനങ്ങള് ഡൈവേർട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അവിടെ ബന്ധനം ഒഴിവാകും. അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങളിൽ നിന്നും മുക്താവസ്ഥയിലേക്കും അതേപോലെ തന്നെ ഭഗവാനിലേക്കുള്ള യാത്രയാണ് അത്. ഇവിടെ നമ്മളെ ബന്ധിപ്പിച്ചുള്ളത് കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ ജനിച്ചു മരിച്ച് ആ ഒരു ചക്രത്തിൽ നിന്ന് മോചനം കിട്ടാനും ഈ കർമ്മങ്ങളെ ആശ്രയിച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോ കർമ്മങ്ങൾ ശുദ്ധീകരിക്കണം. അതിനാണ് നമ്മള് ആ യജ്ഞപുരുഷനായ ഭഗവാനെ സമർപ്പിച്ചിട്ട് വേണം എന്ത് പ്രവൃത്തി ചെയ്യാൻ. അപ്പൊ ചുരുക്കത്തില് നമ്മൾ കർമ്മം ചെയ്യണം, കർമ്മത്തിൽ നിന്ന് ഓടി പോകാൻ പാടില്ല. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. അതാണ്. അപ്പോൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിനൊന്നും കർമ്മഫലം ഉണ്ടായിരിക്കില്ല, അല്ലേ? നേരെ മറിച്ച് നമ്മളുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത് അത് ഭഗവാനെ ഉപാസിക്കാം. നമ്മൾ ഭഗവാനെ പ്രദീപ് പറഞ്ഞു അന്യദേവതമാരെ ഉപാസിക്കുമ്പോൾ മാത്രമല്ല, ഈവൻ ഭഗവാനെ ഉപാസിച്ചിട്ടും ചെയ്താലും ശരി നമ്മൾ കർമ്മബന്ധത്തിൽ ഏർപ്പെടും. എപ്പോ നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളെ ബന്ധിപ്പിക്കില്ല. പക്ഷേ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഏതൊരു കർമ്മം ചെയ്താലും ശരി നമ്മളെ ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കും. പക്ഷെ ഒരു കാര്യം എന്താണ് നല്ലത്? ദേവന്മാരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് മുക്തി കിട്ടില്ല. ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ, ഭഗവാൻ നമുക്ക് എന്താണോ നല്ലത് അത് മാത്രമേ അവാർഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് സ്പിരിച്വൽ പ്രോഗ്രസ് വളരെ എളുപ്പമായിരിക്കും. ഭഗവാൻ അപ്പോൾ ഞാൻ പല തവണയും പറഞ്ഞിട്ടില്ല, ഒരു കുട്ടി പ്രദീപ് പ്രഭുവിന്റെ മോൻ പറയാണ്, അച്ഛൻ എനിക്കൊരു 50 രൂപ വേണം കേട്ടോ.
അപ്പൊ മോനെ എന്തിനാ എനിക്ക് സിഗരറ്റ് മേടിക്കാനാ? പ്രദീപ് പ്രഭു എന്താ ചെയ്യാ? കൊടുക്കുവോ? അതോ ഒരു അണ്ടടി കൊടുക്കുവോ? അല്ലേ? ഇപ്പൊ വലുതായതുകൊണ്ട് കൊടുക്കില്ല രണ്ടടി. ശിക്ഷ കൊടുക്കും, അടി കൊടുക്കും. ചെറിയ കുട്ടിയാകുമ്പോ പിന്നെ കൊടുക്കും, വലുതാകുമ്പോ സൂക്ഷിക്കണം. കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അതായത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതറിയാം പ്രദീപ് പ്രഭുവിന്, അത് അവനെ വഷളാക്കും, ചീത്ത വഴിയിലേക്ക് നയിക്കും, അല്ലേ? അവനൊരു നല്ല സിറ്റിസണായിട്ട്, നല്ലൊരു ഭക്തനായിട്ട് വളരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതേപോലെ നമ്മുടെ ഭഗവാനും നമ്മൾ ചോദിക്കും, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, മറ്റത് വേണം, മറിച്ച് വേണം. ഭഗവാൻ അറിയാം ഇത് ഇവന് കൊടുത്താൽ ഇത് അവൻ ശരിക്കും അത് ഉപയോഗിക്കില്ല, അതുകൊണ്ട് കൊടുക്കില്ല. അപ്പോൾ ഭഗവാൻ എന്താണോ നമ്മൾ അർഹിക്കുന്നത്, എന്താണോ നമുക്ക് നല്ലത് മാത്രമേ തരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ഈവൻ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാലും നമുക്കവിടെ കുഴപ്പം സംഭവിക്കാൻ പോകില്ല. നേരെ മറിച്ച് ദേവതമാരെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, ദേവതമാര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല, അവരെ പ്രീതിപ്പെടുത്തിയാൽ അവർ തരും, അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഞാൻ പലതവണയും പറഞ്ഞുള്ള ഉദാഹരണം, അതായത് കുട്ടി ഇപ്പൊ പ്രദീപ് പ്രഭുവിനോട്, മകൻ പ്രദീപ് പ്രഭുവിനോട് ചോദിക്കാണ് 50 റുപ്യ. ഓക്കെ, അതിന് പകരം അടുത്ത വീട്ടിലെ ഒരാളോട് ചെന്ന് ചോദിക്കണം 50 റുപ്യ. അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് പറയാണ് ഈ 50 റുപ്യ പ്രദീപ് പ്രഭുവിന്റെ പേഴ്സിന് കട്ടെടുത്ത് ഷോപ്പ് കീപ്പറിന്റെ അടുത്ത് പോയിട്ട് പറയാണ് എനിക്ക് സിഗരറ്റ് വേണം, ഒരു പാക്കറ്റ് സിഗരറ്റ് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കില്ല ഈ പൈസ എവിടുന്ന് കിട്ടി, പൈസ കട്ടെടുത്തതാണോ, ഈ സിഗരറ്റ് വലിക്കുന്നത് നല്ലതാണോ കുട്ടി, നല്ലതല്ല, അതുകൊണ്ട് ഞാൻ തരില്ല എന്ന് പറയോ? കടക്കാരൻ പറയില്ല. കടക്കാരൻ പൈസ കിട്ടി ഉടനെ എടുത്ത് സിഗരറ്റ് കൊടുത്തു. അതേപോലെ ദേവതമാരെ അവർക്ക് എന്താ പ്രീതി, അവരെ പ്രീതിപ്പെടുത്തി യജ്ഞം ചെയ്തിട്ട് അവർ കൊടുക്കുന്നു. ഷോപ്പ് കീപ്പർ, അതായത് കടക്കാരന് 50 രൂപ എന്നുള്ളത് ആ പൈസ അവർക്ക് കച്ചവടം ചെയ്യണം, പൈസ കിട്ടണം. ആര് കൊടുന്നാലും കുട്ടി പൈസ കൊടുന്നു, സിഗരറ്റ് ചോദിച്ചു കൊടുത്തു. അവര് ഗുണദോഷിക്കാൻ നിൽക്കുന്നില്ല ഈ കുട്ടിയെ. അയ്യോ ഇത് പാടില്ല കേട്ടോ, സിഗരറ്റ് വലിക്കാൻ പാടില്ല, നല്ലതല്ല എന്ന് പറഞ്ഞില്ല. ഭഗവാനെ ചെയ്യും. അതാണ് മിക്ക ആൾക്കാരും ഭഗവാന്റെ അടുത്ത് പോകല് കുറവാണ്. അറിയാം ഭഗവാന്റെ അടുത്ത് പോയാൽ നമ്മളെല്ലാം പാപ്പറാവുന്ന അറിയാം. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ദേവീ ദേവതമാരെ സമീപിക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ അതാണ് നമ്മുടെ ഭഗവാന്റെ ഭക്തന്മാരെ നോക്കിയാൽ എല്ലാം മെറ്റീരിയലി പാപ്പറാണ്, സ്പിരിച്വലി വളരെ ഉയർന്ന ലെവലിലാണ്. നേരെ മറിച്ച് ശിവന്റെ അല്ലെങ്കിൽ മറ്റുള്ള ദേവീ ദേവന്മാരുടെ ഭക്തന്മാരെ നോക്കിയാൽ അവർ മെറ്റീരിയലി വളരെ 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 ഉയർന്ന സ്ഥലത്താണ്. പക്ഷേ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തന്മാരെ പോലെയല്ല. പക്ഷെ സ്പിരിച്വലി അവർ വളരെ വീക്കുമായിരിക്കും. ഇതാണ് വ്യത്യാസം. അതായത് ഭഗവാന്റെ പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തമാവും. അപ്പൊ ഏതൊരു ആക്ടിവിറ്റിയും നമ്മൾ ഭഗവാന് സമർപ്പിച്ച് ചെയ്യാൻ നോക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. വർക്ക് ഡൺ ആസ് എ സാക്രിഫൈസ് ഫോർ വിഷ്ണു ഹാസ് ടു ബി പെർഫോം, അതർവൈസ് വർക്ക് കോസസ് ബോണ്ടേജ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്. Therefore, O son of Kundi, perform your prescribed duties for his satisfaction. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, പെർഫോം യുവർ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്. നമ്മളുടെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി, നമ്മളുടെ ധർമ്മം. നമ്മളൊരു ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയന്റെ ധർമ്മം, ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണന്റെ ധർമ്മം, പിന്നെ അല്ലെങ്കിൽ വൈശ്യനാണെങ്കിൽ വൈശ്യന്റെ ധർമ്മം, അല്ലെ? ശൂദ്രനാണെങ്കിൽ ശൂദ്രന്റെ ധർമ്മം. അതേപോലെ തന്നെ ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസി, ഇവരൊക്കെ ഓരോ ധർമ്മങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തനാവും. അപ്പൊ അങ്ങനെ ആരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, ആരുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യണം? ഭഗവാന്റെ. ഫോർ ഹിസ്. ഉണ്ടോ? ഫോർ ഹിസ് പറഞ്ഞാൽ എച്ച് ക്യാപിറ്റൽ ലെറ്റർ ആണ്, സ്മോൾ ലെറ്റർ അല്ല. അത് മലയാളത്തിലേക്ക് അറിയില്ല, അതിന് വ്യത്യാസം ഉണ്ടാവില്ല. മലയാളത്തിന് എന്താ ചെയ്തിരിക്കുന്നത്? മലയാളത്തില് ഭഗവാന്റെ തന്നെയാണ്, ഭഗവാന്റെ സംതൃപ്തിക്കായിട്ട്. ഭഗവാൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഹിസ് എന്നാണ്. ഹിസ് സ്മോൾ ലെറ്റർ വെച്ചാൽ സാധാരണ വ്യക്തി, ക്യാപിറ്റൽ ലെറ്റർ ആണ് ചെയ്യാൻ അത് ഭഗവാൻ. ഓക്കെ, ആൻഡ് ഇൻ ദാറ്റ് വേ യു വിൽ ഓൾവേസ് റിമെയിൻ ഫ്രീ ഫ്രം ബോണ്ടേജ്. അങ്ങനെ നമ്മൾ എപ്പോഴും ഈ ബന്ധനത്തിൽ നിന്ന് മുക്തരായിട്ട് ഈ ഭൗതിക ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര ക്ലിയർ ആയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. എന്നിട്ടും നമ്മുടെ ഈ തലയിൽ പോകുന്നില്ല, അല്ലേ? എത്ര ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ നിന്ദിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് ചില ആൾക്കാർ അങ്ങനെ ഒരു തെറ്റ് ചെയ്യും. അന്യ ദേവി ദേവാരെ, ഓ
അവരൊന്നും കാര്യമില്ല. ഇല്ല, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനമാനം നമ്മൾ എപ്പോഴും കൊടുക്കണം. അവരെ ആദരിക്കണം. കാണിച്ചാൽ അവരെല്ലാം ഭഗവാന്റെ സേവകന്മാരാണ്. അവരുടെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് അവരെല്ലാം കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ നിർദ്ദേശത്തിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവരെ ആദരിക്കുക തന്നെ ചെയ്യണം. പക്ഷെ ഭഗവാനായിട്ട് കാണുന്നത് വിഷ്ണു, കൃഷ്ണ. അത് ആ വ്യത്യാസം മനസ്സിലാക്കണം. പിന്നെ അഥവാ നമ്മൾ അന്യദേവി ദേവതമാരുടെ ക്ഷേത്രങ്ങളിൽ പോയാലും ശരി, നമുക്ക് ഭഗവത് ഭക്തി, ഭഗവാന്റെ ഭക്തിക്ക് വേണ്ടിയിട്ട് ചോദിക്കുക. വേറെ നമുക്ക് ഭൗതിക തലത്തിലൊന്നും ചോദിക്കേണ്ട. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഭഗവാന്റെ അടുത്ത് പോയി ചോദിക്കുക, ഭഗവാനോട് ചോദിക്കുക. ആ ഒരു കാര്യം മാത്രം. എത്ര വേണമെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിക്കോട്ടെ, ചോദിക്കാം, കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ആഗ്രഹം, ഭൗതിക തലത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, യെസ്, എനിക്ക് നല്ല വീട് വേണം, നല്ല ഭാര്യ വേണം, നല്ല ഭർത്താവ് വേണം, നല്ല കുട്ടികൾ വേണം, കാറ് വേണം, കോപ്പ് വേണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായി വിചാരിക്കാം. ഓക്കെ, എന്നാലും ആഗ്രഹങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല. നമ്മൾ മറ്റുള്ളവരോട് ആരും ചോദിക്കാതെ ഭഗവാനോട് ചോദിക്കാം എന്നാണ് പറയുന്നത്. So prescribed duties for a particular social position and quality are so made that the purpose can be fulfilled. Yajna means Lord Vishnu. Yajna Purushan. Even Ganapati Yomam ചെയ്യുന്ന സമയത്ത് യജ്ഞ പുരുഷൻ വിഷ്ണു ആയിരിക്കും. ആദ്യം വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിട്ട് പ്രീതിപ്പെടുത്തിയിട്ടാണ് ഗണപതി ഹോമം ചെയ്യുള്ളൂ. Or sacrificial performances. All sacrificial performances are also are meant for the satisfaction of Lord Vishnu. The Vedas enjoin Yajna by Vishnu. Okay, Yajna എന്ന് പറഞ്ഞാൽ Vishnu. In other words, the same purpose is served whether one performs prescribed yajnas or directly serves Lord Vishnu. Krishna consciousness is therefore performance of yajna as it is prescribed in this verse. The Varnashrama institution also aims at satisfying Lord Vishnu. Varnashrama chara vata purushena parapuman Vishnu aradhyade. Vishnu Purana. Therefore, one has to work for the satisfaction of Vishnu. Any other work done in this material world will be a cause of bondage, for both good and evil work have their reactions, and any reaction binds the performer. Bhagwan വിഷ്ണുവിന്റെ പ്രീതിക്ക് അല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ കർമ്മങ്ങളും നമ്മളെ ഈ ഭൗതിക ലോകത്തിലെ ബന്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, 3 തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് 3 തരത്തിലുള്ള കർമ്മങ്ങൾ? സ്മിത മാതാജി ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. കർമ്മങ്ങള്, അതായത് അകർമ്മം, വികർമ്മം, പിന്നെ എന്താ നിയതകർമ്മങ്ങൾ, കർമ്മം, കർമ്മ, വികർമ്മ, അകർമ്മ. കർമ്മം പറഞ്ഞാൽ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. നമ്മളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ സമീപിക്കുന്നു. ഓക്കെ, അതിന് കർമ്മഫലമുണ്ട്. വികർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർബിഡൻ ആക്ടിവിറ്റീസ്, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ. അത് നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചില്ല, അതിനെ ഖണ്ഡിച്ചിരിക്കുന്നു, അതിനെ നിഷേധിച്ചിരിക്കുന്നു. ഫോർബിഡൻ ആക്ടിവിറ്റീസ്, സിൻഫുൾ ആക്ടിവിറ്റീസ്, പാപകർമ്മങ്ങൾ. അകർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യുന്നു, നമുക്ക് വേണ്ടിയിട്ടില്ല, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ അകർമ്മ സ്റ്റേജിലാണ് നമുക്ക് യാതൊരു കർമ്മഫലം കിട്ടാത്തത്. അപ്പോൾ ചുരുക്കത്തിൽ യജ്ഞ എന്ന് പറഞ്ഞാൽ ടു സാറ്റിസ്ഫൈ വിഷ്ണു ഓർ കൃഷ്ണ. Okay, therefore, one has to work in Krishna consciousness to satisfy Krishna or Vishnu. And while performing such activities, one is in a liberated stage. This is a വികർമ്മം പറഞ്ഞത് ഒന്ന് ക്ലാരിറ്റി തരുമോ? വികർമ്മ അല്ലേ? അപ്പൊ ഫോർ എക്സാമ്പിൾ മത്സ്യമാംസം കഴിക്കാൻ പാടില്ല. കഴിച്ചാൽ പാപകർമ്മങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികളല്ലേ വികർമ്മം എന്ന് പറയുന്നത്? അതായത് പാപകർമ്മങ്ങള് അല്ലേ? പാപകർമ്മം, അതായത് ഇപ്പൊ നമ്മൾ 4 നിയമങ്ങൾ പാലിക്കണം അല്ലേ? അതായത് മത്സ്യമാംസം കഴിക്കാൻ പാടില്ല, ഓക്കെ, പരസ്ത്രീ ബന്ധം പാടില്ല, മദ്യപാനം പാടില്ല, പിന്നെ എന്താ, ചൂതുകളി പാടില്ല.
അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാര് പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഇതെല്ലാം ഫോർബിഡൻ ആക്ടിവിറ്റീസ് ആണ്, നിഷേധിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ചെയ്യാനാണ് വികർമ്മം എന്ന് പറയുന്നത് അല്ലെ? അതെ. അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ അത് വികർമ്മമാണ്. അപ്പൊ അങ്ങനെ നുണ പറയാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, മറ്റുള്ളവരെ വഞ്ചിക്കാൻ ചതിക്കാൻ പാടില്ല. ഇതെല്ലാം വികർമ്മങ്ങളാണ്. പ്രഭു അപ്പൊ കർമ്മ ഒന്ന് പറയോ? കർമ്മം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ജോലി വേണം. ഓക്കെ, അപ്പൊ ഞാൻ ഭഗവാനെ ചെന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വേറെ വല്ല ദേവതമാരെ ചെന്ന് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഈ യജ്ഞം ചെയ്യുന്നു, ആ ഹോമം ചെയ്യുന്നു. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ട്, അത് ഓക്കെയാണ്. എൻ്റെ കാര്യസാധന, ഭൗതിക കാര്യസാധനത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിനെ കർമ്മം, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് പറയുന്നു. ക്ലിയർ ആയോ മാതാജി? ഫലം ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെ അതിന് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് പറയും. കർമ്മം ഫ്രൂട്ട് പറഞ്ഞാൽ മാതാജി പറഞ്ഞ പോലെ ഫലം ഉദ്ദേശിച്ചിട്ട്, ഭൗതിക തലത്തിലുള്ള ഫലം ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോ എല്ലാറ്റിനും നമ്മൾ അതിന് ഇൻ ജനറൽ നമ്മൾ കർമ്മം എന്ന് പറയുന്നു. കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ വേർഡാണ്. പക്ഷെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ കർമ്മം, അകർമ്മം, വികർമ്മം. ആ കർമ്മത്തിനെ ഫലം ഇച്ഛിച്ച് ചെയ്യുന്ന കർമ്മം കണ്ടോ, നമ്മൾ പറയില്ലേ അവന്റെ കർമ്മം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അവന്റെ കർമ്മമാണ് അതൊക്കെ കേട്ടോ. അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, റിയാക്ഷനെ ഉദ്ദേശിക്കുന്നത്. കർമ്മം ഒരു ജനറൽ വേർഡാണ്, ജനറൽ ടേം ആണ്. അപ്പോൾ കർമ്മത്തിന് 3 തരത്തില്: ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്, ഫോർബിഡൻ ആക്ടിവിറ്റീസ് ആൻഡ് അകർമ്മ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ടു പ്ലീസ് സുപ്രീം ലോർഡ്. ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്നത് അകർമ്മം. എന്താ? ഭഗവാനുമായി ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത്, ഭഗവാന്റെ ബന്ധിച്ച് ചെയ്യുന്ന, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി, എക്സ്ക്ലൂസീവ്ലി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം. നമ്മൾ അങ്ങനെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തില് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവും. ഹരേ കൃഷ്ണ. നിഷ്കാമ അല്ലേ ഈ അകർമ്മം? അല്ലല്ല, നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കർമ്മം, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അവിടെ ജോലി ഇല്ലാണ്ടിരിക്കുക. ഇപ്പോൾ ഇസ്കോൺ സൗത്ത് വൃന്ദാവൻ ഗുരുവായൂർ അവിടെ പോയിട്ട് ഞാൻ പറയാണ്, എനിക്ക് സേവ ചെയ്യണം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും സേവ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ തരാം. എനിക്ക് യാതൊരു വേതനവും വേണ്ട, ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഒരു സേവ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇതിന് നിഷ്കാമകർമ്മം. പക്ഷേ അവിടെ ചെന്നിട്ട് പറയാണ്, എനിക്ക് ഒരുപാട് സേവയുണ്ട്. ടെമ്പിൾ പറയുമ്പോൾ ഒരുപാട്, അവിടെ ക്ലീനിങ് ചെയ്യാം, ടെമ്പിൾ തൂത്തുവാറാം അല്ലേ, കുക്കിംഗ് ചെയ്യാം, പാത്രങ്ങൾ മോറാം, പ്രീച്ചിങ് ചെയ്യാം, കീർത്തൻ ചെയ്യാം, ഡെയിറ്റി വേർഷിപ്പ് ചെയ്യാം, ഇതല്ല. അപ്പം ഞാൻ അവിടെ പറയാണ്, എനിക്ക് കീർത്തൻ മാത്രം മതി, അല്ലെങ്കിൽ പ്രീച്ചിങ് മാത്രം മതി, അല്ലെങ്കിൽ ഡെയിറ്റി സേവ മാത്രം മതി. അപ്പം ഞാൻ ചൂസ് ചെയ്യാണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് അനുസരിച്ചിട്ട് ഞാൻ ഒരു പെർട്ടിക്കുലർ ഇഷ്ടമുള്ള ഒരു സേവ ഞാൻ സ്വീകരിക്കുന്നു. ശരിക്കുള്ള സേവ എന്ന് പറഞ്ഞാൽ എന്താണോ അവിടെ ആവശ്യം, അത് മുന്നോട്ട് നോക്കാതെ നമ്മൾ ചെയ്യാം, ഇഷ്ടത്തോടു കൂടിയിട്ട്. അത് ക്ലീനിങ് ആയിരിക്കാം, സ്വീപ്പിംഗ് ആയിരിക്കാം, റീച്ചിങ് ആയിരിക്കാം, കീർത്തനായിരിക്കാം, മാലുണ്ടാക്കലായിരിക്കാം, ഡെയിറ്റി വർഷിപ്പ്, എന്ത് നമ്മൾ അപ്പൊ അതിലാണ്, അപ്പോഴാണ് നമ്മൾ ശുദ്ധഭക്തനാവുന്നത്. മറ്റേ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പൊ നിഷ്കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു, അതിന് പ്രതിഫലം മേടിക്കുന്നില്ല. ഭഗവാന് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് എങ്കിലും കൂടിയിട്ട്. പക്ഷെ അവിടെ അപ്പോഴും എനിക്കിത് മതി, എനിക്കത് വേണ്ട, നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാണ്. ഭഗവാന്റെ സേവ നമ്മൾ അമ്പലം തൂത്തുവാരിയാലും ശരി, പാത്രം മോറിയാലും ശരി, പുറമെ പ്രീച്ചിങ്ങിന് പോയാലും ശരി, ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോയാലും ശരി, ഡെയിറ്റി വേർഷിപ്പ് ചെയ്യാലും ശരി, എല്ലാം ഈക്വലാണ് ഭഗവാന്റെ കണ്ണിൽ. നമ്മൾക്കാണ് ഇത് ടോയ്ലറ്റ് കഴുകുന്ന ചെറിയ സേവ, ഡെയിറ്റി
അതായത് പൂജ ചെയ്യുന്ന വലിയ സേവ. ഇത് നമ്മുടെ കണ്ണില്ല, ഭഗവാന്റെ കണ്ണിൽ അങ്ങനൊന്നുമില്ല. അപ്പോൾ ശരിക്കുള്ള ഇസ്കോണ്ട് ഏത് ടെമ്പിളിലും ആദ്യം എത്ര വലിയ ആൾക്കാർ ചെന്നാലും ഒരു 5-6 മാസം അവര് ആദ്യം കൊടുക്കുന്ന സേവ എന്താ അറിയോ? ക്ലീനിങ് ആയിരിക്കും. ടോയ്ലറ്റ് ക്ലീനിങ്, കിച്ചൺ ക്ലീനിങ്, പാത്രം കഴുകല്. എത്ര വലിയ IITയോ എത്ര വലിയ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആൾക്കാരും ശരി, എന്നിട്ടാണ് പതുക്കെ പതുക്കെ അവർക്ക് മറ്റുള്ള സേവനം കൊടുക്കുന്നത്. പിന്നെ അവർ ഏതിലാണോ പ്രാവീണ്യം തെളിയിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവർ കൊണ്ടുപോകും. അത് കുഴപ്പമില്ല. അപ്പം ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടല്ലോ. ചില ആൾക്കാർക്ക് കുക്കിംഗ് ആയിരിക്കും, ചില ആൾക്കാർക്ക് കീർത്തനമായിരിക്കും, ചില ആൾക്കാർക്ക് പ്രീച്ചിങ് ആയിരിക്കും, ചില ആൾക്കാർക്ക് പിന്നെ വേറെ മാനേജ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഏതിലാണോ നമ്മളുടെ പ്രാവീണ്യം അതിനനുസരിച്ചിട്ട് അവർ അങ്ങനെ പോകും. പക്ഷെ എല്ലാറ്റിലും പൊതുവെ എന്ത് ആവശ്യം വന്നാലും അവരെല്ലാറ്റിലും ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ മഹാരാജകുമാരൊക്കെ ഓക്കെ, അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പോയാൽ ഒക്കെ ചില എത്രയോ മഹാരാജകുമാര് ബാത്റൂമോ ടോയ്ലറ്റൊക്കെ ക്ലീൻ അല്ലെങ്കിൽ അവർ റൂം കൊടുത്തിട്ട് അവർ ക്ലീൻ ചെയ്യും. അവർക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പൊ അവർക്ക് അതിന് മടിയില്ല. നമുക്കാണ് ഒരു സ്റ്റാറ്റസ് കുറവ്. അയ്യോ, ഞാനെങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്യാം, ഞാനെങ്ങനെ അത് ചെയ്യാം, ഇത് ചെയ്യാം, അതൊരു താഴ്ന്ന ജോലിയല്ലേ എന്നുള്ള ഒരു കാരണം എപ്പോഴും നമ്മുടെ ആ ഒരു സേവാ മനോഭാവത്തിന്റെ ആ ഒരു നല്ല സ്റ്റേജിലേക്ക് വളർന്നിട്ടില്ല എന്നർത്ഥം. അപ്പൊ അത് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ ഫലം നമ്മൾ മേടിക്കുന്നില്ല, പക്ഷേ കർമ്മത്തിൽ നമുക്ക് ആസക്തി ഉണ്ട്. ഇന്ന കർമ്മേ ഞാൻ ചെയ്യുള്ളൂ, ഇന്ന ജോലി ആ ആസക്തി എപ്പോഴും ഉണ്ട്. അപ്പൊ അത് ആ കർമ്മമല്ല. പറഞ്ഞു മനസ്സിലായോ വ്യത്യാസം? ഒരു ചെറിയ ഒരു അപ്പൊ അത് ഏതിലാ വരിക? നിഷ്കാമകർമ്മ ഏതിലാ പെടുക? അപ്പൊ നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ ഫലം ഇച്ഛിക്കാത്ത ഒരു കർമ്മം എന്ന് മാത്രമേ ഉള്ളൂ. ഈ 3 കാറ്റഗറിയാണ് മെയിൻ ആയിട്ട്. അതൊരു അഡ്വാൻസിങ് സ്റ്റേജ് ആണ്. കർമ്മത്തിൽ നിന്ന് അകർമ്മത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ്, ഒരു പടി ആണ്. അത്രേ ഉള്ളൂ. എല്ലാവരും പറയും നിഷ്കാമകർമ്മം അല്ലേ, നല്ലതാണ്. ദേവീ ദേവതമാര് അവരേത് തരത്തിലുള്ള കർമ്മ ചെയ്യുന്നത്? അകർമ്മം. അകർമ്മല്ലേ? ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് കർമ്മം ചെയ്യണം. ദേവീദേവന്മാർ കർമ്മ ചെയ്യണം. അവർക്ക് ചെയ്യണതിന് പ്രതിഫലം കിട്ടും. ആ ഓക്കെ, പ്രഭു പറയുന്നത് ശരി. പക്ഷെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയണം. ഞാൻ മനസ്സിലൊരു വാക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് പറയണം. ഭഗവാൻ അപ്പൊ സന്ധ്യമാതാജി പറഞ്ഞില്ലേ നിഷ്കാമകർമ്മം, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? വികർമ്മം. അല്ലല്ല, വികർമ്മം. അയ്യോ, അത് പറ്റില്ല. വികർമ്മം പറഞ്ഞ പാപം ചെയ്യുന്നല്ലേ. ദേവീദേവന്മാർ അത് ചെയ്യില്ല. കർമ്മം. സകാമകർമ്മം. സകാമകർമ്മം. സകാമകർമ്മം ആഗ്രഹങ്ങളോട് കൂടി ചെയ്യുന്നതാണ്. അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ ഇന്ദ്രൻ നോക്കിയോളൂ, എന്തെല്ലാം ആഗ്രഹങ്ങളാണ്. ഭഗവാന്റെ ഭക്തനാണ്, പക്ഷേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മളൊക്കെ സകാമകർമ്മികളാണ്, നമ്മൾ നിഷ്കാമകർമ്മികളല്ല. നമ്മൾ അതായത് ഇത് രണ്ടെണ്ണത്തിലെ ബ്രോഡ്ലി, അതായത് ഈ കർമ്മത്തിന് നല്ല കർമ്മത്തിന് 2 ഭാഗമാക്കിയാൽ സകാമകർമ്മം, നിഷ്കാമകർമ്മം, ഇങ്ങനെ 2 ആക്കാം. നിഷ്കാമകർമ്മം ഒന്നും എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ കർമ്മത്തിനോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, എല്ലാം ഭഗവാൻ വേണ്ടി ചെയ്യുന്നു. ഞാൻ കർമ്മത്തിലുണ്ട്. സകാമകർമ്മം എനിക്ക് നല്ല റിസൾട്ട് വേണം, നല്ല കർമ്മഫലം വേണം, അതുകൊണ്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അപ്പോ ദേവീ ദേവതമാർക്ക് സകാമകർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇന്ദ്രനാണോ ഒരു നല്ല ഭക്തൻ, അതോ നമ്മളുടെ രാമാനുജാചാര്യരാണോ നല്ല ഭക്തൻ, മാധവാചാര്യരാണോ നല്ല ഭക്തൻ? മാധവാചാര്യ. എന്താ കാരണം? അപ്പൊ ഒരാളെ താഴ്ത്തുക, ഒരാളെ ഉയർത്തല്ല അവിടെ ചെയ്യുന്നത്. ഞാൻ ഒരു ഇത് മനസ്സിലാക്കി തരാം, തത്വം മനസ്സിലാക്കി തരാണ്. ഇന്ദ്രൻ ഡെഫിനറ്റ്ലി നല്ലൊരു ഹൈ പൊസിഷനിലുള്ള ഭഗവാന്റെ ഡിവോട്ടിയാണ്, യാതൊരു സംശയമില്ല. ഈ യൂണിവേഴ്സൽ അഫയേഴ്സിൽ അത്രയും വലിയൊരു പോസ്റ്റ് വഹിക്കുന്ന ആളാണ്, അതൊക്കെ ശരി. പക്ഷെ ഭക്തന്റെ ആ ഗ്രേഡ് നോക്കുമ്പോ ആ ഗ്രേഡിൽ മുന്തി നിൽക്കുന്നത് ആചാര്യന്മാർ. കാരണം വെച്ചാൽ അവരെല്ലാം ശുദ്ധഭക്തന്മാരാണ്, ഭഗവാനെ മാത്രം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. മറ്റേ ഇന്ദ്രൻ അവരെല്ലാം, ചന്ദ്രൻ, വായു അവരെല്ലാം അവരുടെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ഇങ്ങനെ
ദേവന്മാരെല്ലാം ഭഗവാനെ സമീപിച്ചു അല്ലേ? ദേവന്മാര് എന്തിനാ സമീപിച്ചത്? തൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അസുരന്മാരെ അവർക്ക് ഒറ്റയ്ക്ക് നിഗ്രഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഭഗവാനെ കൂട്ടുകൂടാണ് ചെയ്തത്. സമുദ്രമന്ഥനം അല്ലെ, പാലാഴി മഥനം നടന്നെന്താ? ആരെ കൂട്ടുപിടിച്ചു? ഭഗവാനെ കൂട്ടുപിടിച്ചു. ഭഗവാനെ ചെന്ന് അപേക്ഷിച്ചു, സഹായിക്കണം ഞങ്ങളെ, ഈ അസുരന്മാരെ നമുക്ക് നിഗ്രഹിക്കാൻ പറ്റില്ല, ഭഗവാന്റെ സഹായമാണ്. അപ്പൊ അവരുടെ ആഗ്രഹത്തിനുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ഇന്ദ്ര പദവി, ചന്ദ്ര പദവി അല്ലേ, അവരുടെ ലോകത്തിന്റെ ആ സ്ഥാനത്ത് നിന്ന് അവർ നീക്കം ചെയ്യപ്പെടുന്നു അസുരന്മാർ കാരണം. അപ്പൊ ആ പദവി തിരിച്ചു കിട്ടണമെങ്കിൽ ഭഗവാന്റെ സഹായം വേണം. അപ്പൊ എന്താണ് അത്? സകാമ കർമ്മമാണ്. ഭഗവാനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഇവരൊക്കെ, സകാമ കർമ്മികളാണെങ്കിലും. അപ്പൊ നമ്മളും തന്നെ നമുക്ക് ആവശ്യമുണ്ട് വിചാരിക്കുക ഭൗതിക തലത്തില് ഇതുണ്ടെങ്കിൽ ഭഗവാനെ കൂട്ടുപിടിക്കുക, മറ്റുള്ളവരെ കൂട്ടുപിടിക്കുന്നതിനേക്കാളും. അപ്പൊ ഒരു ശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭക്തിയിൽ അവര് ഉന്നത സ്റ്റേജിലാണ്. പൊസിഷനില് ഇന്ദ്രനോ ബ്രഹ്മാവോ ചന്ദ്രനോ വരുണനോ മീതായിരിക്കും. പക്ഷെ ഭക്തിയിൽ ആരാണ് ശുദ്ധ ഭക്തൻ? പ്രഭുപാദര്, ഭക്തി സിദ്ധാന്ത ഗോസ്വാമി മഹാരാജ്, ഇവരൊക്കെ ഭക്തി ലെവലിൽ അവർ ഉന്നത നിലയിലായിരിക്കും. ക്ലിയർ ആയോ? സകാമ പറഞ്ഞാല് ആഗ്രഹങ്ങള് വെക്കാണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലേ? സകാമ കർമ്മം നമ്മൾ ആഗ്രഹങ്ങൾ, നമ്മളെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മം. ചൂസ് ചെയ്ത് ചെയ്യുന്ന കർമ്മം അല്ലേ? നിഷ്കാമ കർമ്മം നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നില്ല, ഒരു ഇതുമില്ല. ഞാൻ നിഷ്കാമ കർമ്മം, ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം നിഷ്കാമ കർമ്മമാണ്. ഭക്തി ഇല്ലെങ്കിലും അതിന് നിഷ്കാമ എന്ന് പറയാം. കാരണം വെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുക്കുക, ഒരു അനാഥാലയം ഉണ്ടാക്കി കൊടുക്കുക, കുറച്ച് ആൾക്കാർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇതിനൊക്കെ നിഷ്കാമ കർമ്മം എന്ന് പറയാം. ഭഗവാനെ കൂടി ഉണ്ടെങ്കിൽ അത് വളരെ നല്ലത്. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അതിനും ആ കാറ്റഗറിയിൽ പെടുത്താം. ഒന്നും പ്രതീക്ഷിക്കാണ്ട്. അതായത് ഭഗവാന്റെ എല്ലാവരും നമ്മളുടെ, അതായത് സഹോദരങ്ങളാണ്, സിബ്ലിങ്സ് ആണ് എല്ലാ ജീവജാലങ്ങളും. നമുക്ക് നല്ലൊരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ധനം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നു, സഹായിക്കുന്നു. നിഷ്കാമകർമ്മം. അവിടെ ഭഗവാന് വരുന്നില്ല അല്ലെ? ഭഗവാൻ വന്നാൽ നന്നായിരിക്കും. അപ്പൊ പൊതുവെ അങ്ങനെ ഒരു ടേം ഉപയോഗിക്കാം. പക്ഷെ ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ് ശരിക്കുള്ള നിഷ്കാമകർമ്മം. ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ് പൊതുവെ അങ്ങനെ ആ ടേമും ഉപയോഗിക്കുന്നു പറയാൻ. ഭൗതിക തലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം നമ്മൾ പൊതുവെനോ അയാളുടെ നിഷ്കാമ കർമ്മം ചെയ്യുന്നു പറയുന്നു. നമ്മൾ കർമ്മം ചെയ്യുന്നതന്നെ ഭഗവാന്റെ പ്രീതിക്കാണ്. അപ്പൊ അതിൽ യാതൊരു വ്യത്യാസമില്ല. പക്ഷെ ശരിക്കും ആ ടേം ഇവിടെയും ഉപയോഗിക്കുന്നു മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്തി. So this is the great art of doing work, and in the beginning this process requires very expert guidance. അപ്പോൾ തുടക്കത്തില് നല്ല എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത്, കാരണം ഇത് വളരെ ടെക്നിക്കലാണ് പല കാര്യം. ഈ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഒരു വാക്കില് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ക്ലാസ്സിലൊന്നും മനസ്സിലാക്കി കൊടുക്കുക. ഇത് പല ക്ലാസ്സുകളിലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പല പ്രശ്നങ്ങളും പല ചോദ്യങ്ങളും ഒക്കെ വരും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അന്യോന്യം ചർച്ച ചെയ്തിട്ടേ നമുക്ക് ഇത് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ, ഇല്ലേ? ഇപ്പൊ നമ്മളൊക്കെ എത്ര കാലമായി? ഇപ്പോൾ നിങ്ങളും 3-4 വർഷമായി, ഞാനും കുറേ ആയി. ഇപ്പോഴും നമുക്ക് അതിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള പൊരുൾ നമുക്ക് കിട്ടിയിട്ടില്ല. എത്ര കൂടുതൽ നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നു, ചർച്ച ചെയ്യുന്നു, ഭാഗവതം വായിക്കുന്നു, ചർച്ച ചെയ്യുന്നു, അത്രയും കൂടുതൽ നമുക്ക് ഓരോ ദിവസം നമ്മളുടെ അറിവും റിയലൈസേഷനും കൂടുകയാണ്, അല്ലേ? ഓരോ ക്ലാസ്സിലും നമുക്ക് പല പല സംശയങ്ങളും വരുന്നു. അപ്പൊ ഒരു മണിക്കൂറിന്റെ ഒരു ക്ലാസ് എടുത്തിട്ട് ഓക്കെ 7 days കോഴ്സ് ഇൻ ഭഗവത്ഗീത, അത് പഠിച്ചാൽ ഞാൻ വലിയൊരു ഭക്തനായി എന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? 7 ദിവസത്തെ ഞാൻ ഭഗവത്ഗീത കോഴ്സ് എടുത്തു, അതുകൊണ്ട് ഞാൻ വലിയൊരു ഭക്തനായി. ഇത് എത്രയോ കാലം, ഇപ്പോ ജീവിത ആയുസ് മുഴുവന് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും അപ്പോഴും സംശയം ഉണ്ടായിരിക്കും, അപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ദിവസം നമ്മൾ അഡ്വാൻസ് ചെയ്യാണ്, റിയലൈസേഷൻ കൂടി വരും. സോ എക്സ്പേർട്ട് ഗൈഡൻസ് ആവശ്യമാണ്. നമ്മളുടെ സ്വന്തം, അത് എന്താണ് എക്സ്പേർട്ട് ഗൈഡൻസിന്റെ ആവശ്യം എന്ന് പറയുന്നത്? നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ
അതിന് പ്രാപ്തരല്ല. നമ്മുടെ ബുദ്ധി, എല്ലാവരുടെയും ബുദ്ധി ഒരേപോലെയാണോ? അല്ല. ഇപ്പൊ നമ്മൾ കൂടുതൽ ബുദ്ധിയില്ല. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇലക്ട്രിക്കൽ കാരണത്തെ പറ്റി അറിയില്ല. അപ്പൊ ഞാൻ പ്രദീപിനോട് ചോദിച്ചു, പ്രഭു ഈ ഇതിന്റെ കാര്യങ്ങൾ എന്താ, എങ്ങനെയാണ്? ആ ഫീൽഡില് എക്സ്പെർട്ട് ഉള്ള ആളുണ്ട്. ഇപ്പൊ സ്പിരിച്വൽ ഫീൽഡിലെ എക്സ്പെർട്ട് ഉള്ള അങ്ങനത്തെ ഒരു ഡിവോട്ടി നമ്മൾ ചോദിക്കുന്നു. മെഡിസിൻ ലൈനിലുള്ള ആളോട്, ഒരു മെഡിക്കൽ ഡോക്ടറോട് ചോദിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സ്പേർട്ട് ഗൈഡൻസ് എപ്പോഴും വേണം. എക്സ്പേർട്ട് ഗൈഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ മനസ്സിലെ സ്പെക്കുലേഷൻ കാരണം തെറ്റായിട്ടുള്ള നിഗമനത്തിലെത്തും. അത് പാടില്ല. അതാണ് ഇവിടെ എക്സ്പേർട്ട് ഗൈഡൻസ് വേണമെന്ന് പറയുന്നത്. ഇൻ ദ ബിഗിനിങ്, പിന്നെ ബിഗിനിങ്ങിൽ എസ്പെഷ്യലി. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്, നമുക്ക് എക്സ്പേർട്ട് ഗൈഡൻസും വേണം, മറ്റുള്ള ഡിവോട്ടീസിന്റെ അനുഗ്രഹവും വേണം. അഹന്ത വന്നാ പോയി. ഓക്കെ, എനിക്ക് എല്ലാ ശ്ലോകങ്ങളും പഠിഞ്ഞു, എനിക്ക് സംസ്കൃതം പഠിച്ചു, അതിന്റെ അർത്ഥം പഠിച്ചു, വേർഡ് ടു വേർഡ് മീനിങ് കണ്ടിരിക്കുക, എനിക്ക് അതിന്റെ ട്രാൻസ്ലേറ്റ് അറിയാം, എല്ലാം അറിയാം, എല്ലാ തത്വങ്ങളും അറിയാം. എനിക്കിനി ആരുടെയും ആവശ്യമില്ല. അഹന്ത വന്ന അപ്പൊ പോയി. പിന്നെ നമ്മൾ ബിഗ് സീറോ ആയി. അപ്പോൾ ഭഗവാന്റെയും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെയും കൃപാകടാക്ഷം, അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഗ്രഹനില നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? ആസ്ട്രോളജിക്കൽ ചാർട്ടില് നമ്മൾ ഗ്രഹനില, ശുക്രൻ ഇവിടെ, ശനി അവിടെ, വ്യാഴം ഇവിടെ, ബുധൻ ഇവിടെ, ഒക്കെ ഇപ്പൊ നല്ല കാലം, ഇപ്പൊ കണ്ട ശനി, രാഹു ദശ. അപ്പോ ഗ്രഹനില അനുസരിച്ച് നമ്മുടെ നല്ല കാലം ചീത്തകാലമൊക്കെ വരൂലേ? അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നു? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എക്സ്പേർട്ട് ഗൈഡൻസ് വേണം, ആൻഡ് പ്ലസ് ഭഗവാന്റെയും അല്ലെങ്കിൽ ഭക്തന്മാരുടെയും അനുഗ്രഹം വേണം. So expert guidance of a devotee of Lord Krishna, or under the direct instruction of Lord Krishna himself, under whom Arjuna had the opportunity to work. ഒന്നുകിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അനുഗ്രഹം അല്ലെങ്കിൽ അസോസിയേഷൻ. അത് അർജുനന് അവിടെ കിട്ടി, നമുക്കത് കിട്ടിയില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. നമുക്ക് ഭഗവാൻ ഇല്ലെങ്കിലും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ശുദ്ധ ഭക്തന്മാർ രചിച്ചിട്ടുള്ള ഭഗവത്ഗീത, ഭാഗവതം നമുക്ക് ഗൈഡൻസ് ആയിട്ടുണ്ട് അല്ലേ? ഭാഗവതം ഈസ് പേഴ്സൺ ഭാഗവത ആൻഡ് ബുക്ക് ഭാഗവത. ഭാഗവതം രണ്ടെണ്ണമുണ്ട്. ഒന്ന് ബുക്ക് ഭാഗവത, പുസ്തക ഭാഗവതം, ഒന്ന് പേഴ്സൺ ഭാഗവതം. രണ്ടിന്റെയും, അതായത് ഒരു ഡിവോട്ടി എന്ന് പറഞ്ഞ ശുദ്ധ ഭക്തൻ പറഞ്ഞാൽ പേഴ്സൺ ഭാഗവതമാണ്, മറ്റേ ബുക്ക് ഭാഗവത നമ്മൾ വായിക്കുന്ന ബുക്ക്. രണ്ടുപേരുടെയും ആ ഗൈഡൻസ്, അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം? ഇവരെല്ലാം നമ്മൾ എപ്പോഴും വണങ്ങണം, മാനിക്കണം. അപ്പൊ അവരുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും നമ്മൾ ഒരു ചലഞ്ചിങ് മൂഡിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. പക്ഷെ എപ്പോഴും ഒരിക്കലും ഒരു ചലഞ്ച് ചെയ്യുന്ന മൂഡിലായിരിക്കരുത്. ഒരു വെല്ലുവിളി, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അങ്ങ് പറയുന്നത് തെറ്റാണ്. ഇനി ഈവൻ തെറ്റാണെന്ന് വിചാരിക്കുക, ഒരു നമ്മളെക്കാട്ടിലും മുതിർന്ന ഒരു സീനിയർ ഡിവോട്ടി, ഒരു ആചാര്യൻ, ഒരു മഹാരാജ, ഒരു സ്വാമിജി എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും തെറ്റ് പറഞ്ഞു വിചാരിക്കുക, ഉടനെ തന്നെ അതിന് ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം നമുക്കുണ്ടോ? ഉണ്ടോ? ഇല്ല, നമുക്ക് പാടില്ല. തെറ്റായിരിക്കാം, ഓക്കെ, തെറ്റായിരിക്കും, എന്തെങ്കിലും സ്ലിപ്പ് ഓഫ് ദ ടങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിചാരിച്ച് പറഞ്ഞായിരിക്കും. പക്ഷെ അവരെ കറക്റ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. അപ്പൊ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അവരുടെ തലത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. നമ്മൾ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അങ്ങനെ ഇതൊക്കെ നമ്മുടെ വൈഷ്ണവ എന്താ പറയുക, വൈഷ്ണവ എറ്റിക്കേറ്റ് ബുക്കിലുണ്ട്. നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, നമ്മളുടെ ലെവലിലെ ആൾക്കാരോടെ, നമ്മളുടെ മുകളിലെ ആൾക്കാരോടെ, നമ്മളുടെ താഴെയുള്ള ആൾക്കാരോടെ നമ്മളെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ വൈഷ്ണവ എറ്റിക്കേറ്റ് ബുക്കിലുണ്ട്. അപ്പൊ നമ്മൾ ഈവൻ ചില ആൾക്കാർക്ക് അറിയില്ലാണ്ട് ഇപ്പൊ ഒരു സ്വാമിജി, ഒരു സന്യാസി വന്ന് ക്ലാസ് എടുക്കുക, ആ ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു വരിക, തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരാളുടെ പേര് തെറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ സ്ഥലം തെറ്റ് പറഞ്ഞു, എന്തെങ്കിലും തെറ്റ് പറഞ്ഞു, ഉടനെ ഓഡിയൻസ് സ്വാമിജി അങ്ങ് പറഞ്ഞ് തെറ്റാണ്, അതല്ല, ഇതാണ്, അർജുനല്ല ദുര്യോധനാണ്. നല്ലൊരു എറ്റിക്കേറ്റ് ആണോ അത്?
ഒരിക്കലുമല്ല. അല്ലേ? വാട്ട് അതോറിറ്റി ദേ ഹാവ്? എന്ത് അതോറിറ്റി, എന്ത് യോഗ്യതയാണല്ലോ അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാനുള്ളത്? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് അനുഗ്രഹമാണ് വേണ്ടത്. So nothing should be performed for sense gratification, but everything should be done for the satisfaction of Krishna. This practice will not only save one from the reaction of birth, but also gradually elevate one to transcendental loving service of the Lord, which alone can raise one to the kingdom of God. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാതെ, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കും തൃപ്തി കിട്ടും ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ നമ്മളെ തൃപ്തിപ്പെടുത്തിയാൽ. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ്, അംശമാണ്. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുമ്പോൾ നമ്മളും തൃപ്തിപ്പെടും. ഭഗവാന് വേണ്ടി നമ്മൾ സേവ ചെയ്യുമ്പോൾ ഋഷികേശ സേവനം ഭക്തിന് ഉച്ചത. അപ്പോൾ ഈ പ്രാക്ടീസ് നമ്മളെ ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തരാക്കും. കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ്. അങ്ങനെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രാജ്വലി സ്ലോലി നമ്മളെ എവിടെ ഭഗവാന്റെ വൈകുണ്ഠധാമത്തിലേക്ക് അല്ലെങ്കിൽ ഗോലോകധാമത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ശ്ലോകം അല്ലേ? യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഘ സമാചര. അപ്പോ മുക്തസംഘം, ലിബറേറ്റഡ് ഫ്രം അസോസിയേഷൻ. നമ്മളുടെ ഈ മുക്തസംഘം എന്ന് പറഞ്ഞാൽ റോങ് അസോസിയേഷൻ ആണ്, തെറ്റായിട്ടുള്ള സംഘം. നമ്മളിപ്പോൾ ഉള്ളത്, നമ്മളുടെ സംഘം തെറ്റായിട്ട് ഭൗതിക ലോകത്തിലെ ഭൗതിക ഇച്ഛകള്, ആഗ്രഹങ്ങൾ കൂടുതൽ വളർത്തി വരുന്ന അങ്ങനത്തെ ഒരു സംഘത്തിലാണ്. ആ സംഘത്തിൽ നിന്ന് ആധ്യാത്മിക തലത്തിലുള്ള സംഘത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ഭക്തിശാസ്ത്രി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. സംഘത്യാഗോ സദോ വൃത്തെ ഷഡ്ബിർ ഭക്തിർ എന്താണ്? വിനശ്യതി. ശ്യാമള മാതാജി, വിനശ്യതാണ് പ്രണശ്യതാണ്? കൃഷ്ണ സംഘത്യാഗോ സദോ വൃത്തെ ഷഡ്ബിർ ഭക്തിർ പ്രണശ്യതിയാ. സംഘത്യാഗം ആദ്യം വരും ഉത്സാഹം ധൈര്യ തത്തത് കർമ്മ പ്രവർത്തന സംഘത്യാഗോ സദോ വൃത്തെ ഷഡ്ബിർ ഭക്തിർ ഉച്ചതേ. കേൾക്കുന്നില്ല? ഉച്ചതല്ലേ? ഉച്ചതേ. അപ്പൊ നിങ്ങൾ ശരിക്കും പഠിക്കുന്നില്ല എന്നർത്ഥം. നോക്കൂ, നെക്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കൂ, എന്താ ശ്ലോകം വായിക്കും. സംഘമാതാജി ഒന്ന് വായിക്കും. പ്രസിദ്ധതയാണ്, പ്രസിദ്ധതി. പിന്നെ എങ്ങനെ വിനശ്യതിയാവുക? ആദ്യത്തെ വിനശ്യതി. ആദ്യത്തെ എന്താണ്? അത്യാഹാര പ്രയാസശ്ച പ്രജൽപോ നിയമാഗ്രഹ ജനസംഘർഷ ലൗല്യം ച ഷഡ്ബിർ ഭക്തിർ വിനശ്യതി. അതാണ് അത് വിനശ്യതി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തെ പ്രസിദ്ധതി. സന്ധ്യ മാതാജി, അപ്പൊ അങ്ങനെ സംഘത്യാഗം, അങ്ങനത്തെ സംഘം ത്യജിക്കണം. ഏത് സംഘം? മെറ്റീരിയൽ അസോസിയേഷൻ, ഭൗതിക തലത്തിലുള്ള സംഘം ചേരല് കുറവാണ്. നമുക്ക് നമ്മൾ ഒരു സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനത്തെ ആൾക്കാരായിട്ട്, ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾക്ക് ഇടപഴകേണ്ട ആവശ്യം വരും അല്ലേ? അപ്പൊ അത് നമ്മൾ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? പ്രദീപ് പ്രഭു, നമുക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ, അഭക്തന്മാരായിട്ട് നമുക്ക് ഡീലിങ്സ് വരും. അപ്പൊ അവരോട് നമ്മൾ എങ്ങനെ ഇടപഴകണം? അവരോട് നമ്മൾ ചെന്ന് ഇതിനിടപഴകും. എന്ത് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, ഭഗവാൻ വിചാരിച്ചാൽ മതി.
ഹരേ കൃഷ്ണ പോലെ നമ്മൾ എന്തെങ്കിലും ജപിച്ചാൽ മതി. അല്ലല്ല, അവരോട് അവർക്ക് പറയാനുള്ള ഹരേ കൃഷ്ണയിൽ യാതൊരു വിശ്വാസമില്ല. പ്രഭു ഹരേ കൃഷ്ണ പറഞ്ഞാൽ ഹരേ കൃഷ്ണ അല്ല, പറഞ്ഞിട്ട് അവർക്ക് കാര്യം നമ്മളെ മനസ്സിൽ നമ്മള് മനസ്സിലല്ലേ, അങ്ങനത്തെ സമൂഹത്തിൽ എല്ലാവരും ഇടപഴകണല്ലോ നമ്മള്. വേണം. ചീത്ത അപ്പൊ ആൾക്കാർ അപ്പൊ അതിന്റെ അത് എങ്ങനെ ചെയ്യണം എന്നാ ഞാൻ ചോദിച്ചത്. അവരോട് എങ്ങനെ ഇടപഴകാന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ സ്വഭാവത്തിനനുസരിച്ച് നമ്മള് കുറച്ചൊക്കെ നിൽക്കണം. പിന്നെ നമ്മളെ സ്വഭാവത്തിന് മനസ്സിലായില്ലേ. അവര് എന്തായാലും പറഞ്ഞാൽ നമ്മൾ എതിർത്ത് പോയാൽ ചിലപ്പോ നമുക്ക് ശരീരത്തിന് കേടാവും. മനസ്സിലായേ. അതിനനുസരിച്ച് നമ്മള് ഇടപഴകി നിൽക്കുക. മിതമായ ഏഹ് അവരായിട്ടുള്ള സംഘം ഉപേക്ഷിക്കുക. എങ്ങനെ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുമായിട്ട് ഇടപഴകുന്നത്. നമ്മളിപ്പോ വീട്ടിൽ ചെല്ലുമ്പോ ഒരു വീട്ടിൽ ഇപ്പൊ അവിടെ എല്ലാ പക്ഷെ ഇറച്ചിയും മീനും കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടപ്രകാരം ഉണ്ടാവും. അവര് ചിലപ്പോ ഈ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, ഈ നിരീശ്വരവാദികളൊക്കെ നമുക്ക് ഉണ്ടാവും. അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വർക്കിന്റെ ഭാഗമാണ്. നമ്മൾ അതെ. അവരായിട്ട് ചെന്നിട്ട് നമ്മളുടെ നമ്മളെ പെരുമാറ്റം അവർക്ക് തോന്നണം അങ്ങനെ മാറ്റം. മനസ്സിലായില്ല. അല്ലാണ്ട് ഇപ്പൊ അവരെ നമുക്ക് മാറ്റാൻ എളുപ്പം വെച്ചാല് നമ്മളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവര് ഇതൊക്കെ ഉണ്ട്, അവരായിട്ട് നമ്മൾ സംഘം ചേരാണ്ടിരിക്കുക. താമരയിലയിൽ എങ്ങനെ വെള്ളം ഉണ്ടാവോ അത് താമരയിലെ ബാധിക്കും. വെള്ളം കിട്ടാത്ത രീതിയിൽ നമ്മൾ അവരായിട്ട് ഇടപെടും. അപ്പൊ ചുരുക്കത്തില് നമുക്ക് സമൂഹത്തില് പല ആൾക്കാരിൽ നിന്നും പല കാര്യങ്ങളും നേടാനുണ്ടാവും. പല ആൾക്കാരും അല്ലെ, ഇയാള് വിശ്വാസിയല്ല, ഞാൻ അതുകൊണ്ട് അയാൾ സംഘം ചേരില്ല, അയാളോട് സംസാരിക്കില്ല, ഞാൻ ദൂരെ നിൽക്കും. പല ആൾക്കാരും അന്യോന്യം പരസ്പരമായിട്ടുള്ള സഹായങ്ങൾ ആവശ്യമുണ്ട്. അത് വിശ്വാസം ഉള്ള ആൾക്കാരെ ശരി, വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ. നമ്മൾ അങ്ങനത്തെ വിശ്വാസികളല്ലാത്ത ആൾക്കാരോട് നമ്മൾ അതായത് എന്താണോ ആവശ്യം അതിന് മാത്രം സംഘം ചെയ്യാം, അതിലപ്പുറത്തേക്ക് പോവാം. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ സംഘം അവർക്ക് കൊടുക്കാം, അവരുടെ സംഘം നമ്മൾ എടുക്കരുത്. എന്താണോ ഭൗതിക തലത്തിൽ എന്താ ആഗ്രഹം, നമ്മുടെ ആവശ്യം, നമ്മൾ ഭൗതികം എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലാണ് അല്ലേ. യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ സ്ക്രാച്ച് മൈ ബാക്ക്. എൻ്റെ മുതും നിങ്ങൾ ചൊറിയാൻ, നിങ്ങളുടെ മുതും ഞാൻ ചൊറിയാം. അങ്ങനെയാണ്. അതായത് പരസ്പരം ഗീവ് ആൻഡ് ടേക്ക്. അതാണ് ബിസിനസ്. അപ്പോൾ ബിസിനസ്, നമ്മളൊരു ബിസിനസ്സിലാണ് അല്ലെങ്കിൽ ഒരു തൊഴിലിലാണ്, അവിടെ പല ആൾക്കാരായിട്ട് നമുക്ക് ഡീലിങ്സ് ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം നമുക്ക് ആ ഡീലിങ്സ് ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം നമ്മൾ അവരോട് ബന്ധം ചെയ്യുക, ബന്ധം പുലർത്തുക. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ അസോസിയേഷൻ എടുക്കരുത്, നമ്മളുടെ അസോസിയേഷൻ അവർക്ക് കൊടുക്കുക. അതായത് അവരെ ഭക്തന്മാരാക്കിയിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ അത് നമുക്ക് ശ്രമിക്കാം. അല്ലാണ്ട് അവരുടെ സംഘം നമ്മൾ ചേരാൻ പാടില്ല. അപ്പോൾ എത്ര ആവശ്യമുണ്ട്. ഇപ്പൊ എനിക്ക് ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് സാധനം മേടിക്കണം, ഓക്കെ, ഒരു സാധനം മേടിക്കണം. അവിടെ ചെന്നിട്ട് ഞാൻ ആ സാധനം മേടിച്ചു, പൈസ കൊടുത്തു, എൻ്റെ കച്ചവടം കഴിഞ്ഞ് ഞാൻ പോന്നു. പിന്നെ എനിക്ക് അവരുടെ യാതൊരു ഇതുമില്ല. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ പൊളിറ്റിക്സ് പറയുക, സ്പോർട്സ് പറയുക, വേറെ വല്ലതും പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ പറയാൻ നിന്നാൽ ഞാൻ അതിൽ കൂടിയിട്ട് അവരുടെ ഭാഗത്തിൽ പോകും. അപ്പോൾ അത് കേൾക്കാണ്ട് താങ്ക് യു സോ മച്ച്, എനിക്ക് ജോലി ഉണ്ട് കേട്ടോ, എനിക്ക് അവിടെ വണ്ടി കാത്തുന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് ശരിയില്ല പറഞ്ഞു. അപ്പോൾ കൃഷ്ണ കോൺഷ്യസ് ആയിട്ടുള്ള വല്ലതും പറയുകയാണെങ്കിൽ അതെ, എവിടെയാണ് നിങ്ങൾ, എവിടെ ക്ലാസ് ഉണ്ടോ, ഇവിടെ ക്ലാസ് ഉണ്ടോ, ഓക്കെ കുഴപ്പമില്ല, എപ്പോഴൊക്കെ ക്ലാസ് വെക്കണമെങ്കിൽ എനിക്കും ഇൻട്രസ്റ്റ്, ഞാനും വരാം, അത് കുഴപ്പമില്ല. നേരെ മറിച്ച് വേറെ വല്ല നമുക്ക് അനുകൂലിക്കാത്തത് വല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച് അതാണ് അവിടെ നിന്ന് പറയാം. അപ്പോൾ നമ്മളവിടെ അപ്പോൾ എത്ര ആവശ്യമുണ്ടോ അത്രേ നമ്മൾ അവിടെ നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ലിമിറ്റ്, ഒരു ഡ്രോയിങ് ദ ലൈൻ. നേരെ മറിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് ബുക്ക് ശേഷി വേണം, നിങ്ങൾക്ക് ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടുണ്ടോ, ഇല്ല വായിച്ചില്ലേ, എന്തേ, അല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കോപ്പി ഉണ്ട്, ഞാൻ വെറുതെ ഒന്നും ബാഗിൽ വെച്ചാണ്, ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അതെയോ, അപ്പം വെറുതെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ശരി. എവിടെ വല്ല ക്ലാസ് നടക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് കുറേ കാലമായിട്ട് ആഗ്രഹമായിരുന്നു ഭഗവത്ഗീത വായിക്കണം, പഠിക്കണം എന്നുണ്ട്. എവിടെയെങ്കിലും ക്ലാസ് ഉണ്ട്? ക്ലാസ് ഉണ്ട്, ഞാൻ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഫിസിക്കൽ ക്ലാസ് ഉണ്ട്, അടുത്താണെങ്കിൽ വരാം. അങ്ങനെ നമുക്ക് അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആ സംഘത്തിന്റെ ലിമിറ്റേഷൻ. നമ്മൾ അവരുടെ, ഞാൻ മുമ്പ് പല തവണ പറഞ്ഞ പോലെ ഈ കബഡി ഗെയിമല്ലേ, അതേപോലെ നമ്മള് അവരുടെ ആ കളത്തിൽ ചെന്നിട്ട് നമ്മൾ പിടികൊടുക്കരുത്, അവരെ തൊട്ടിട്ട് തിരിച്ചു വരണം. അതേപോലെ ഭൗതിക ലോകത്തിൽ നമ്മളെ കാര്യം കഴിഞ്ഞിട്ട് ഉടനെ തിരിച്ചു വരണം, അല്ലെങ്കിൽ അവിടെ പെട്ടുപോയാൽ പോയി. മായ അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ പിടികൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് അവരെല്ലാം ഔട്ടാക്കിയിട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചിട്ട് അവിടെ കശാപ്പാക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ
ഈ സംഘം എന്ന് പറയുന്നത്. അതായത് അതാണ് സംഘത്യാഗോ. നമ്മൾ അസത് സംഘം ത്യജിക്കണം. ഇങ്ങനത്തെ എല്ലാം അസത് സംഘമാണ്. നമ്മൾ അതിൽ പെട്ടുപോയാൽ നമ്മളുടെ കുറച്ചുള്ള കൃഷ്ണ കോൺഷ്യസ്നസ് കൂടി പെട്ടെന്ന് ആഴ്ച കൊണ്ടോ മാസങ്ങളോ കൊണ്ട് കളഞ്ഞു പിടിക്കും നമ്മൾ. അത് ഇത്രയും വർഷമുള്ള മംഗളായിട്ട് 3 വർഷം 4 വർഷം 10 വർഷം 25 വർഷമായിട്ട് നമ്മൾ സമ്പാദിച്ചു കൊണ്ടിരുന്ന അതെല്ലാം നിമിഷം കൊണ്ട് നമ്മൾ കളഞ്ഞു പിടിക്കും. അതാണ് വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് രൂപഗോസ്വാമി നെക്ടർ ഓഫ് ഇൻസെക്ഷൻ പറയുന്നത് സംഘത്യാഗോ സതോവൃത്തി. സതോവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് സതോവൃത്തി? എല്ലാം ഭക്തിശാസ്ത്രി പഠിച്ച ആൾക്കാരാണ്. ഒക്കെ പറയും. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. അതായത് നമ്മളുടെ പരമ്പരാഗതമായി നമ്മൾ പൂർവാചാര്യന്മാരെ പാത പിന്തുടരുക. ഹരേ കൃഷ്ണ. ഹരിബോൾ ഹരിബോൾ. വെരി ഗുഡ്. നല്ല നല്ല കാര്യം. പ്രഭു ഇത്ര നേരം അമ്മേനെ കുളിപ്പിക്കണോടത്ത് നടന്നൊന്നും കേട്ടിട്ടൊന്നുമില്ല. റെക്കോർഡ് ഉണ്ടല്ലോ, അത് മതി. എന്തായാലും മാതാജി നല്ല ശരിക്കുള്ള ഉത്തരം പറഞ്ഞു. പൂർവാചാര്യന്മാരുടെ ഫോളോയിങ് ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് പ്രീവിയസ് ആചാര്യൻസ്. അതാണ് സതോവൃത്തി. അങ്ങനെ ഈ 6 കാര്യങ്ങൾ ഷഡ്ബീർ ഭക്തി പ്രണശ്യതി. ഇതാണ് ഫേവറബിൾ ആയിട്ടുള്ള 6 കാര്യങ്ങൾ. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ നമുക്ക് പുറമെ വായിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആയിട്ട് തോന്നും. പക്ഷെ ഇത് അതിന്റെ ശരിക്കും നമ്മളത് പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻ സാധാരണക്കാർക്കൊന്നും ഫോളോ ചെയ്യാൻ പറ്റാത്ത ഇൻസ്ട്രക്ഷൻ. ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അത്രയും വലിയ 11 എത്ര ശ്ലോകങ്ങളുണ്ട് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ? 11 ശ്ലോകങ്ങളേ ഉള്ളൂ. ഈ 11 ശ്ലോകം എന്ന് പറഞ്ഞാൽ ഇത് പവിഴം, മുത്ത്, ജെംസ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ശ്ലോകങ്ങളാണ്. ഭഗവത്ഗീത ഒന്നും വായിക്കണ്ട. ഭഗവത്ഗീതയിലത്തെ എല്ലാ സാരവും ഇതിലുണ്ട് ആക്ച്വലി മനസ്സിലാക്കുകയാണെങ്കിൽ. അത്രയെല്ലാം ടോപ്പ് ലെവൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ ഇൻസ്ട്രക്ഷൻസ് ആരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് അറിയോ? ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ അല്ല. രൂപഗോസ്വാമിയിലൂടെ തന്നു. രൂപഗോസ്വാമിന് തന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ അല്ല. ഓഫ് കോഴ്സ് ടീച്ചിങ്സ് ഓഫ് ചൈതന്യ മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭുവിന്റെ അവിടെ നിന്നാണ് അൾട്ടിമേറ്റ്ലി കിട്ടുന്നത്. പക്ഷെ ചൈതന്യ മഹാപ്രഭു ഇൻസ്ട്രക്ഷൻ ശിഷ്ടാക്ഷകമാണ്, അല്ലാണ്ട് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ല. അപ്പൊ ഈ രൂപഗോസ്വാമിയാണ്. പക്ഷെ ഇത് അതിന്റെ ആ ഒരു സാഹചര്യം ഇത് എങ്ങനെ ഉണ്ടായി? ഈ 11 ശ്ലോകം എവിടുന്ന് അവര് ഇത് എടുത്തിട്ട് അതിനെ ഒരു മാലയാക്കി 10 ശ്ലോകം. ഈ ഇൻസ്ട്രക്ഷൻസ് ആർക്കാണ് കൊടുത്തത് ഒറിജിനലി? അറിയില്ല. ഈ 11 ശ്ലോകങ്ങളുള്ള ഇൻസ്ട്രക്ഷൻസ് ഒറിജിനലി ആർക്കാണ് കൊടുത്തത്? ചൈതന്യ മഹാപ്രഭു ആണോ? അല്ല, ചൈതന്യ മഹാപ്രഭുവിന് ആര് കൊടുത്തു? ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമി കൊടുത്തു എന്ന് പറയണം. അല്ല, രൂപഗോസ്വാമിയാണ് ഇത് കൊടുത്ത ഒരാൾക്ക്. ആർക്കാണ് കൊടുത്തതെന്ന് ചോദിക്കുന്നത്? ജീവഗോസ്വാമിക്ക്. ഓക്കെ, ജീവഗോസ്വാമി വൃന്ദാവനിലവരെല്ലാം ഉള്ള സമയത്ത് ഒരു മഹാൻ ആചാര്യ വന്നു. മഹാൻ ആചാര്യ വന്ന സമയത്ത് രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃതം എന്നുള്ള ഒരു പുസ്തകത്തിന്റെ ആ കോമ്പോസ് ചെയ്ത പുസ്തകം, ആ രചന ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം വായിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ആചാര്യൻ, മഹാചാര്യൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വല്ലഭാചാര്യനാണ് തോന്നുന്നു. ഓക്കെ, ശ്രീ വല്ലഭ്. അപ്പോ അദ്ദേഹം ഇത് വായിച്ചിട്ട് ഇത് പറഞ്ഞു, ഇതിൽ ചെറിയ 1-2 മിസ്റ്റേക്ക് ഉണ്ട്. എന്നതാണ് മുക്തി പിശാചാച്ചി, അങ്ങനെ എന്തോതാണ് ഏതോ ഒരു ഇതില് മുക്തിയും പിശാചി പോലെയാണെന്ന്. അപ്പോ ഇത് ശരിയല്ല. അതെങ്ങനെ മുക്തിയും പിശാചാവുന്നത്? അപ്പൊ ഇത് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഈ
സംവാദം നടക്കുന്ന സമയത്ത് ജീവ ഗോസ്വാമി അവിടെ ഉണ്ടായിരുന്നു. ജീവ ഗോസ്വാമി എന്ന് വളരെ വളരെ ഹൈ ലെവലുള്ള പണ്ഡിതനാണ്. അതായത് രൂപ സനാതന ഗോസ്വാമിയുടെ ശിഷ്യനാണ്, അവരുടെ മരുമകനുമാണ്, പെങ്ങളുടെ മകനാണ് ജീവ ഗോസ്വാമി, അനിയന്റെ മകനാണ് ജീവ ഗോസ്വാമി, അനുമത്തിന്റെ മകനാണ് ജീവ ഗോസ്വാമി. അതായത് രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, അനുഭവം അല്ലെങ്കിൽ വല്ലഭ എന്നും പറയും അദ്ദേഹത്തിന്. ആ വല്ലഭ അല്ലെങ്കിൽ അനുഭവത്തിന്റെ മകനാണ് ജീവ ഗോസ്വാമി. അപ്പൊ ഇത് കേൾക്കുന്നുണ്ട്. അതായത് രൂപ ഗോസ്വാമിയോട് ഈ മഹാ ആചാര്യൻ പറയുന്നത് തെറ്റാണ്, ഇത് ചെറിയ കറക്ഷൻ ചെയ്യണം, ഭുക്തി മുക്തി പിശാചാച്ചി എന്നുള്ളത് ശരിയല്ല, ഭുക്തി മുക്തിയും പിശാചം എങ്ങനെയാണ്. അപ്പൊ രൂപ ഗോസ്വാമി വളരെ വളരെ സറണ്ടറൻസോട് കൂടിയിട്ട് കാണിച്ച വലിയൊരു ആചാര്യനാണ്. യെസ്, ഞാൻ അത് ചെയ്യാം, എനിക്ക് തെറ്റ് പറ്റിയതാണ്. ആ കാര്യം അവിടെ അവസാനിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കുളിക്കാൻ പോയി, ജീവ ഗോസ്വാമിയും കുളിക്കാൻ പോയി. അവിടെ നദി തീരത്ത് അവിടെ വെച്ച് കണ്ടു. എന്നിട്ട് ജീവ ഗോസ്വാമി ഈ ആചാര്യനോട് പറഞ്ഞു, അങ്ങ് എൻ്റെ അമ്മാവനോട് പറഞ്ഞ ആ സംവാദം ഞാൻ കേട്ടു, അതിൽ 1-2 തെറ്റുകളുണ്ട്, തിരുത്താൻ വേണ്ടി പറഞ്ഞു. ആക്ച്വലി അങ്ങക്ക് ഇതില്ലെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞോട്ടെ ചോദിച്ചു. തീർച്ചയായിട്ടും പറഞ്ഞോളൂ, അത് തെറ്റല്ല, അത് ശരിയാണ്. അപ്പോൾ അദ്ദേഹം വിവരിച്ചു കൊടുത്തു. അതെങ്ങനെയാണ് ശരിയെന്ന് വെച്ചാൽ, ഭക്തിയെ കമ്പയർ ചെയ്യുമ്പോൾ ഭുക്തി മുക്തി, ഭുക്തി എന്ന് പറഞ്ഞാൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഇന്ദ്രിയ തൃപ്തിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. മുക്തി പറഞ്ഞാൽ ലിബറേഷൻ, ബ്രഹ്മനിൽ ചെയ്യുന്ന. ഇത് ഭക്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് പിശാചന്നെയാണ്. ആ അർത്ഥത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷെ രൂപ ഗോസ്വാമി തൻ്റെ ആ ലാളിത്യം, വിനയത്വം കൊണ്ട് അതിനെ ഖണ്ഡിച്ചില്ല, അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, എതിർത്തും പറഞ്ഞില്ല. അതാണ് അതിൻ്റെ ശരി, അതാണ് ശരി. ആചാര്യൻ പറഞ്ഞു, വളരെ വിനമ്രതയോടെ അത് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം എന്നിട്ട് രൂപ ഗോസ്വാമിയോട് വന്ന് പറഞ്ഞു, അങ്ങയുടെ ഈ നെവ്യൂ വളരെ വളരെ ഇന്റലിജന്റ് ആണ് കേട്ടോ. അപ്പൊ ചോദിച്ചു, എന്തേ? അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അദ്ദേഹം എന്നെ കറക്റ്റ് ചെയ്തു, ഞാൻ പറഞ്ഞാണ് തെറ്റ്, നിങ്ങൾ എഴുതി ശരിയാണ്. രൂപ ഗോസ്വാമിക്ക് വളരെ ദേഷ്യം വന്നു. എന്താണ് ദേഷ്യം വരാൻ കാരണം? ജീവ ഗോസ്വാമി ഏജിലും ഇതിലെല്ലാം വളരെ ചെറിയ ഇതാണ്. എങ്ങനെ, ഹൗ ഡെയർ, എന്തൊരു ധിക്കാരമാണ് ഈ ആചാര്യനെ കറക്റ്റ് ചെയ്യാൻ. ഈ ആചാര്യനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റി? വൃന്ദാവനത്തിലാണ്. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ വിനമ്രതയുടെ നാടാണ്, സ്ഥലമാണ്. അവിടെ ധിക്കാരം പാടില്ല. അതുകൊണ്ട് നിനക്ക് ഈ വൃന്ദാവനത്തിൽ താമസിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് വൃന്ദാവനത്തിൽ നിന്ന് നാട് കടത്തി. ആരെ? ജീവ ഗോസ്വാമി, രൂപ ഗോസ്വാമി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആർക്ക് എന്ത് അതോറിറ്റി, എന്ത് യോഗ്യത എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവിടെ നിന്ന് നാട് കടത്തി. വൃന്ദാവനിൽ താമസിക്കാൻ പാടില്ല, നിനക്ക് യോഗ്യത ഇല്ല. അതായത് ആർഗ്യുമെന്റ് മെന്റാലിറ്റിയാണ്. ഇവിടെ ആർഗ്യുമെന്റ് അല്ല, ഇവിടെ ഭഗവാന്റെ ആശ്രയം മാത്രം, ഒരു ആർഗ്യുമെന്റും ഇല്ല. അതുകൊണ്ട് നീ ഇവിടെ വൃന്ദാവനിൽ താമസിക്കാനുള്ള യോഗ്യത ഇല്ല, പുറത്തു പോകാൻ പറഞ്ഞു. വൃന്ദാവനിൽ നിന്ന് പുറത്തു പോയി താമസിക്കും. അപ്പോഴും രൂപ ഗോസ്വാമി ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ഓരോ എഴുതും ജീവ ഗോസ്വാമിക്ക്, ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട്. അങ്ങനെ ആ എഴുത്തിലുള്ള പ്രധാനപ്പെട്ട 11 ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ഭക്തി എന്താ പറയുക ഉപദേശാമൃതം. പിന്നീട് 1 കൊല്ലം ശേഷം സനാതന ഗോസ്വാമിയുടെ എല്ലാം നിർദ്ദേശപ്രകാരം തിരിച്ച് വൃന്ദാവനത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. അപ്പൊ അതുകൊണ്ട് ജീവ ഗോസ്വാമി അങ്ങനെ വൃന്ദാവനത്തിന് പുറത്താക്കിയപ്പോഴും ജീവ ഗോസ്വാമി അവിടെ പറഞ്ഞില്ല, അയ്യോ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയാണ് ഇത്, അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ നിന്നില്ല. അദ്ദേഹം ഈ നിർദ്ദേശം അനുസരിച്ചിട്ട് വൃന്ദാവനത്തിന് പുറത്തു പോയി. നമ്മളാണെങ്കിൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കും, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഞാനതല്ല, ഞാൻ ഇതാ പറഞ്ഞത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും അല്ലേ? പക്ഷെ ജീവ ഗോസ്വാമി ചെയ്തില്ല. അപ്പോൾ എല്ലാ ആഴ്ചയും അതായത് ഓരോ സമയത്തും ഓരോ ലെറ്റർ അങ്ങനെ അവരെ എഴുതിക്കൊണ്ടിരുന്നു, അവരുടെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആ എഴുത്തുകളിലുള്ള പ്രധാനപ്പെട്ട 11 നിർദ്ദേശങ്ങളാണ് ഈ ഉപദേശാമൃതം. മനസ്സിലായോ? രൂപ ഗോസ്വാമിക്ക് അല്ലേ? ജീവ ഗോസ്വാമി നൽകിയതാണ് രൂപ ഗോസ്വാമിക്ക്. അല്ലല്ല,
രൂപ ഗോസ്വാമി ജീവഗോസ്വാമിക്ക്. ജീവഗോസ്വാമിയാണ് ചെറിയ ആള്, മരുമകൻ, അതായത് ബ്രദറിന്റെ മകൻ, കസിൻ. കസിൻ അല്ല എന്ന് പറയാ, മരുമകൻ, അമ്മാവനല്ലേ, അമ്മാവനും നെവ്യൂ കസിനല്ല, നെവ്യൂ. അപ്പൊ ജീവഗോസ്വാമിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രൂപഗോസ്വാമി വൃന്ദാവനത്തിന് പുറത്തു പോകാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ വൃന്ദാവനത്തില് സറണ്ടറൻസ്, അവിടെ ആർഗ്യുമെന്റ് അല്ല. പലതവണയും ജീവഗോസ്വാമി, രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി വലിയ വലിയ ഈ പണ്ഡിതന്മാർ വന്നിട്ട് ആർഗ്യൂ ചെയ്യും സ്പിരിച്വൽ ടോപ്പിക്കിൽ. എന്നിട്ട് ഞാൻ ദിഗ്വിജയ എന്ന് പറഞ്ഞിട്ട് അവർ സ്ഥാപിക്കും, എല്ലാവരും തോൽപ്പിച്ചു. അപ്പൊ ഇവിടെ വൃന്ദാവനത്തിൽ ഇവരുടെ അടുത്തൊക്കെ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമിയുടെ അടുത്തൊക്കെ വരുമ്പോൾ അവര് ആർഗ്യൂ ചെയ്യാൻ നിൽക്കില്ല. അവര് സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്യും, ഞാൻ നിങ്ങളുടെ വാഗ്വാദത്തിൽ പങ്കെടുത്തു, തോറ്റു, എന്നിട്ട് സൈൻ ചെയ്ത് കൊടുക്കും രൂപഗോസ്വാമി, സനാതന ഗോസ്വാമിയൊക്കെ. കാണിച്ചാൽ അവർക്ക് അതിനല്ല, ഇവിടെ ഭക്തിക്കാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാണ്ട് നിങ്ങളുടെ പാണ്ഡിത്യം തെളിയിക്കലല്ല അവരുടേത്. അപ്പൊ ഭക്തിയുടെ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ അപ്പൊ അവരിതിനൊന്നും ഏർപ്പെടില്ല. ഓക്കെ, നിങ്ങൾ ദിഗ്വിജയൻ പണ്ഡിതാണ്, നിങ്ങൾക്ക് അതിന് സർട്ടിഫിക്കറ്റ് വേണോ, ഞാൻ തോറ്റു കൊണ്ട് സൈൻ ചെയ്തിട്ട് തരാൻ വേണ്ടിട്ട് പോകും, സൈൻ ചെയ്ത് കൊടുക്കും അവര്. ശരിക്ക് അവര് ഇതിനെ എന്താ പറയാ, തർക്കത്തിന് നിൽക്കുകയാണെങ്കിൽ ഈ പണ്ഡിതന്മാരും 7 അയലത്ത് കൂടെ വരാൻ പറ്റില്ല വരുന്നു. പക്ഷെ അവരുടെ മൂഡ് അതല്ല, അവരുടെ വിനമ്രത ഭാവം അങ്ങനെയല്ല. അവര് ഓക്കെ, ഞങ്ങൾക്ക് പണ്ഡിതൻ വേണ്ട, ഞങ്ങൾ നല്ല ഭക്തനാവുന്നുണ്ട്, നിങ്ങൾ ജയിച്ചോ, നിങ്ങൾ ദിഗ്വിജയി പണ്ഡിതായിക്കോ, ഒന്നും കുഴപ്പമൊന്നുമില്ല. അതാണ് മൂഡ്, ഭക്തന്മാരുടെ മൂഡ്. അപ്പോഴും രൂപഗോസ്വാമി എഴുതിയതെന്നല്ലേ പറയാൻ പറ്റുള്ളൂ? അതെ, രൂപഗോസ്വാമി എഴുതിയതിനെ, പക്ഷെ ആർക്ക് എഴുതി? ജീവഗോസ്വാമിക്ക്. അതിലത്തെ 11 പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് കോർത്തിണക്കിയതാണ് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഉപദേശാമൃതം. അല്ല, രൂപഗോസ്വാമിക്ക് അങ്ങനെ എഴുതാൻ പ്രചോദനം ചൈതന്യ മഹാപ്രഭുവിന്റെ കയ്യിൽ നിന്നുള്ള തന്നെയല്ലേ കിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹമാണല്ലോ ഇവർക്ക്. കാരണം ചൈതന്യ മഹാപ്രഭുവിനാണല്ലോ ഇവരെല്ലാം ശരണം പ്രാപിച്ചിരിക്കുന്നത്. സനാതന ഗോസ്വാമി, എല്ലാ ഷഡ് ഗോസ്വാമിമാരും എല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഡിസൈപ്പിൾസ് അല്ലേ. പ്രചോദനം തീർച്ചയായിട്ടും അവിടെ തന്നെ. കാണിച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കാരണം തന്നെ നിങ്ങൾക്ക്. അല്ലാണ്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുത്ത് എഴുതല്ല. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് 10. അയ്യോ, നമ്മുടെ സമയം 11:30 ആണോ? ഇന്ന് മംഗളമാതേജി വന്നില്ലല്ലോ. 11:30 അല്ലേ? 11:30, 35 ഒക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ശ്ലോകത്തിൽ നിർത്താം. അടുത്ത 10 ഇല്ല. ഇനിയിപ്പോ എന്തെങ്കിലും ചോദ്യം, കമന്റ്സ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ 3.10 ആണ് അടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ കുറെ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സാധാരണ ക്ലാസ്സിൽ അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്യില്ല, മറ്റുള്ളൊരു ക്ലാസ്സിലും. പ്രഭുവിനെ വെച്ച് ഞങ്ങനെ മുതലാക്കല്ലേ? നമ്മള് വായിച്ചു 10 മിനിറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു, നെക്സ്റ്റ് ഇതിൽ പോയി. പക്ഷെ ഇവിടെ നിങ്ങളുടെ എല്ലാം ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കാരണം നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. പ്രഭുവിന്റെ കയ്യിൽ നിന്ന് കിട്ടാറുള്ളത് മാക്സിമം ഞങ്ങൾ ഇങ്ങനെ ചോർത്തെടുക്കണ പോലെ. ഹരേ കൃഷ്ണ പ്രഭുജി. മാതാജിയാ? മാതാജി അവിടെ ഇരിക്കണു. അമ്മയ്ക്ക് സുഖല്ലേ? അമ്മക്ക് ചെറിയ സുഖം കുറവാണ്. വയറ് ഒരു മിനിറ്റ് ഞാൻ ഓഫ് ചെയ്യട്ടെ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവ की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद।